നിങ്ങളുടെ മുടി എങ്ങനെയാ? ചുരുണ്ടതാണോ അതോ നല്ല സ്ട്രെയിറ്റ് കണക്ക് കിടക്കുന്ന മുടിയാണോ അതോ വേവിയാണോ? എന്ത് ടൈപ്പ് മുടിയാണെങ്കിലും ആ മുടി നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇവിടെ നമ്മുടെ കഥാനായിക്ക് അവളുടെ ചുരുണ്ട മുടി തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ലൈഫില് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആ മുടി ഒന്ന് മാറ്റാനായി അവൾ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് കഥയാകെ മാറി മറിയുകയാണ്. മുടിയിലെ കുരുക്കഴിക്കാൻ പോകുന്നവൾക്ക് ലൈഫില് വലിയൊരു കുരുക്കാണ് അഴിക്കാനായിട്ടുള്ളത്. അതെന്താണെന്ന് അറിയാനായി നമുക്ക് വേഗം തന്നെ 2025 റിലീസായ ലവ് അൺടാങ്കിൾഡ് എന്ന ഒരു കൊറിയൻ കഥ കണ്ടാലോ? വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ചാനൽ ജോയിൻ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ പാർക്ക് സിറിയെ കാണിച്ചുകൊണ്ടാണ്. അവളെ നമുക്ക് സിറി എന്ന് വിളിക്കാം. സിറി അവളുടെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങൾ പറയാണ്. അവൾ ലൈഫിൽ ആദ്യമായി പ്രപ്പോസ് ചെയ്തതിനെ പറ്റി. ഒരു സെമിത്തേരിയിൽ വെച്ച് ആദ്യമായി അവളുടെ ക്രഷിനെ അവൾ പ്രപ്പോസ് ചെയ്തെങ്കിലും അത് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല. അതിനുശേഷം രണ്ടാമതായി അവൾ പ്രപ്പോസ് ചെയ്തത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീമാണ്. അതും ക്ലാസ് റൂമിൽ വെച്ച് കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ. ആ പയ്യൻ ഇഷ്ടമാണെന്ന് തിരിച്ചു പറഞ്ഞെങ്കിലും അടുത്ത ദിവസം തന്നെ അവൻ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുകയായിരുന്നു. അടുത്ത ദിവസം ട്രാൻസ്ഫർ ആയി പോകുമെന്ന് അറിയാവുന്ന അവൻ എന്തിനും തന്നോട് തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് ഇപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. ഈ സിറിയുടെ ഫാമിലിയെ പറ്റി പറഞ്ഞു തരികയാണെങ്കിൽ അച്ഛൻ, അമ്മ, പിന്നെ അവൾക്ക് ഒരു സിസ്റ്ററിന്റെ പേര് പാർക്ക് ഹേറി എന്നാണ്. പക്ഷെ ഇവർ ട്വിൻസ് ആണെങ്കിലും അങ്ങനെ കണ്ട ട്വിൻസ് ആണെന്ന് പറയില്ല. അതിന് പ്രധാന കാരണം ഇവരുടെ മുടിയിലുള്ള വ്യത്യാസമാണ്. സിറിക്ക് അവളുടെ അച്ഛനെ കണക്ക് നല്ല ചുരുണ്ട മുടിയാണ് കിട്ടിയിരിക്കുന്നത്. ഹേറിക്കാകട്ടെ അമ്മയെ കണക്ക് നല്ല പട്ട് പോലെ കിടക്കുന്ന മുടിയും. അതുകൊണ്ട് തന്നെ അവൾ കാണാൻ വളരെ ക്യൂട്ടാണെന്നും ചുരുണ്ട മുടി കിട്ടിയ തന്നെ കാണാൻ ഒട്ടും കൊള്ളില്ലാന്നും സിറി വിശ്വസിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ചുരുണ്ട മുടി തീരെ ഇഷ്ടവുമല്ല. മുടിയുടെ കാര്യത്തില് പിള്ളേരൊക്കെ കളിയാക്കാറുണ്ട്. ഇതൊക്കെ സഹിച്ച് വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പയ്യന് നേരിട്ട് ചെന്നല്ലാതെ ലവ് ലെറ്റേഴ്സ് ഒക്കെ കൊടുത്ത് പതിയൊന്ന് സെറ്റാക്കി എടുക്കായിരുന്നു. പക്ഷെ ആ പയ്യൻ അറിയില്ലായിരുന്നു സേറിയാണ് ഈ ഒരു ലെറ്റേഴ്സ് കൊടുക്കുന്നതെന്ന്. ആ പയ്യൻ അവളുടെ ട്വിൻ സിസ്റ്റർ ആയ ഹേറിയാണ് ലെറ്റർ കൊടുക്കുന്നതെന്ന് കരുതി. പ്രത്യേകിച്ച് അവളെ കാണാനും കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്നുള്ള ഒരു രീതിക്ക് അവളുമായിട്ട് അങ്ങ് ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതറിയുന്ന സിറി ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട്. പണിയെടുത്തത് മുഴുവൻ സിറിയും അവസാനം കപ്പ് കൊണ്ടുപോയത് ഹേറിയുമായ ഒരു അവസ്ഥയിലായി പോയി. എന്തായാലും അതിനുശേഷം ഇനി താൻ ആരെയും പ്രണയിക്കില്ല. വെറുതെ പ്രണയിച്ച് ഈ മുടിയുടെ കാര്യത്തിൽ പണി കിട്ടി ഇതുപോലെ സങ്കടപ്പെട്ടിരിക്കാൻ തന്നെ കിട്ടില്ല എന്ന് വലിയൊരു തീരുമാനം അവൾ എടുത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഒരു ദിവസം ബീച്ചിൽ വെച്ച് അപ്രതീക്ഷിതമായി ഒരു പയ്യനെ കാണുന്ന സിറി അവനെ തന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഈ നോട്ടം കാണുമ്പോ ഇവളല്ലേ മുന്നേ ഇനി ആരെയും പ്രേമിക്കില്ല എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടിട്ടാ ഇല്ല, ഞാൻ പ്രേമിക്കില്ല എന്ന് തോന്നുന്നു എന്നവൾ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് സ്കൂളിൽ പോകാനായി ആ മുടിയൊക്കെ ഒന്ന് മെനക്കി ഒതുക്കി എടുക്കാൻ നോക്കുന്ന സിറിയാണ് നമ്മൾ കാണുന്നത്. ഈ ടീം അവളുടെ ഹെഡ്സെറ്റ് ഹേറി വന്ന് എടുത്തോണ്ട് പോകുന്നു. ഇന്ന് എന്റെ ദിവസം, ഞാൻ ഇന്ന് ഹെഡ്സെറ്റ് കൊണ്ടുപോകേണ്ടെന്നല്ല അമ്മയുടെ അടുത്ത് അതിനെ പറ്റി കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് സിറി ചെല്ലുമ്പോഴേക്കും നീ ചുമ്മാ പാട്ട് കേൾക്കല്ലേ, അവൾക്ക് പഠിക്കാനല്ലേ, അവളത് എടുക്കട്ടെ എന്നും പറഞ്ഞ് അമ്മയും സപ്പോർട്ട് പിടിക്കുന്നു. ദേഷ്യം വരുന്നവൾ മുടിയെ പറ്റി കുറ്റം പറയുന്നുണ്ട്. അച്ഛൻ കാരണം എനിക്ക് ചുരുണ്ട മുടി കിട്ടിയെന്നെല്ലാം അവൾ അച്ഛനോട് ദേഷ്യപ്പെടുമ്പോ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ എന്ന് അച്ഛൻ പറയുന്ന ടീം അതിനായിട്ട് എന്തോരം കാശ് വേണം, അതിനുള്ള കാശൊന്നും എന്റെ ഇല്ല, ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നും ആയിട്ടില്ല എന്നെല്ലാം അവൾ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും റെഡിയായി സ്കൂളിലേക്ക് പോകാനായി ഇറങ്ങുന്ന സേറിയുടെ അടുത്തേക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സോൾജി എത്തുന്നു. ഇവർ തമ്മിൽ പരസ്പരം കണ്ണടയ്ക്കാതെ നോക്കി ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ആരാണോ ഫസ്റ്റ് കണ്ണടയ്ക്കുന്നത് അവർ തോൽക്കുമെന്നും മറ്റേ ആളുടെ ബാഗ് പിടിക്കണമെന്നതുമാണ് റൂൾ. അങ്ങനെ സേറി ജയിച്ചതുകൊണ്ട് തന്നെ അവളുടെ ബാഗ് സോൾജി പിടിച്ചോണ്ട് നടക്കുന്നു. ഈ ടീം ഹേറിക്കും മാർക്കൊക്കെ ഭയങ്കര ടോപ്പാണെന്നും അവളാണ് ഫസ്റ്റ് എന്നൊക്കെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഹേറി പഠിച്ചാൽ എന്താ, കാണാൻ സേറിയുടെ അത്രയും ഭംഗിയൊന്നും ഹേറിക്കില്ലല്ലോ എന്ന് സോൾജി അതിന്റെ ഇടയിൽ സേറിയെ പൊക്കി സംസാരിക്കുന്നുണ്ട്. അതെന്തോ കാര്യം കാണാനാണെന്ന് മനസ്സിലാക്കുന്ന സേറി നോക്കുമ്പോഴേക്കും എനിക്ക് പിന്നെ ഈ സീറ്റ് ഇഷ്ടമല്ല, നീ എന്റെ സീറ്റ് നിന്റെ സീറ്റുമായിട്ട് ഒന്ന് സ്വിച്ച് ചെയ്യുമോ. ആ സിയോങ്ങിന്റെ വാചകോടി കേട്ട് എനിക്ക് മടുത്തു, എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യാന്നല്ല സോൾജി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീം ഇവർ സ്കൂളിന് അവിടെ എത്തുമ്പോഴേക്കും അവർ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന സിയോങ്ങിനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അവന്റെ വാചകോടി അത്ര അസഹനീയമായതുകൊണ്ട് തന്നെ ഇവർ അവനെ കണ്ടപാടെ വേഗം പോകാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ അടുത്തേക്ക് ഓടിയെത്തുന്നു. തുടർന്ന് സോൾജിയും അവനും തമ്മിൽ മുന്നത്തെ കണക്ക് ആ കണ്ണടയ്ക്കുന്ന ആ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അതിൽ ഇത്തവണ സോൾജി ജയിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ബാഗ് പിടിക്കാനായി സിയോങ്ങിന്റെ കയ്യിൽ കൊടുക്കുന്ന ആ ഒരു ടീം ഇതൊക്കെ കണ്ടവിടെ സേറി ചിരിച്ചു നിൽക്കാണ്. അപ്പോഴാണ് അവിടേക്ക് ആ സ്കൂളിലെ ഏറ്റവും പോപ്പുലർ പയ്യനായ ആ സ്കൂളിലെ ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളുടെയും ക്രഷ് ആയിട്ടുള്ള കിമ്മിന്റെ വരവ്. കിമ്മിനെ ഇവരെല്ലാം അന്തം വിട്ട് നോക്കാണ്. കൂടെ നമ്മുടെ സിറിയും നോക്കുന്നുണ്ട്. കിം ആകട്ടെ സിറിയെ നോക്കി ഒരു ഹായ് കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോ സിറിയും അന്തം വിട്ടു പോന്നു. അവിടെ കൂടെ ഉണ്ടായിരുന്ന പെമ്പിള്ളാരും അന്തം വിട്ടു പോന്നു. കിം നിനക്ക് ഹായ് തന്നൂന്ന് അവർക്ക് സിറിയെ ഭയങ്കര സംഭവം കണക്ക് നോക്കാണ്. നിങ്ങളമ്മ എങ്ങനെ പരിചയമൊന്നുമില്ല അവർ ചോദിക്കുമ്പോ ഇന്നലെ ബീച്ചിൽ വെച്ചുണ്ടായ കാര്യം കൊണ്ടായിരിക്കാന്ന് അവൾ ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ട്. ബീച്ചോ എന്ത് പറയാന്ന് പറഞ്ഞ് അവർ ഡീറ്റെയിൽഡ് ആയി ചോദിക്കുമ്പോ ബീച്ചിൽ നീന്താൻ പോകുന്ന ഒരു ശീലം സേറിക്കുണ്ട്. അവൾ കഴിഞ്ഞ ദിവസം അങ്ങനെ പോയി തിരിച്ച് കരയിലേക്ക് എത്തി അവളുടെ ചൗൽ എടുക്കുമ്പോഴേക്കും അവിടെ ഓൾറെഡി ഒരു യൂണിഫോം ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ സ്കൂളിൽ അതേ യൂണിഫോം ആണെന്ന് മനസ്സിലാക്കുന്ന അവൾ പേര് നോക്കുമ്പോഴേക്കും കിം. അപ്പോഴേക്കും അതിന്റെ ഓണറായ പയ്യനും വെള്ളത്തിൽ നിന്ന് കയറി വരുന്നുണ്ട്. അത് ഈ കിം തന്നെയാണ്. അവന്റെ ആ ഒരു സ്റ്റൈലിലുള്ള വരമൊക്കെ കണ്ടവൾ അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഇതൊരു ഹിഡൻ സ്പോട്ടാണ്, ഇവിടെ അധികം പേരൊന്നും
നീന്താൻ വരാറില്ല എന്നാ ഞാൻ വിചാരിച്ചത്. ഞാനല്ലാതെ വേറെ ആളും ഇവിടെ വരാറുണ്ടല്ലേ, എന്തായാലും നല്ല കൂൾ പ്ലേസ് ഇതെന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അവളോട്. എന്തായാലും അവൾ വളരെ ഹാപ്പി. പിന്നീട് അവളുടെ ചിന്ത മുഴുവൻ കിമ്മിനെ പറ്റി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവർക്ക് നടത്തിയ എക്സാമിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് 100 റാങ്ക്സിനകത്ത് വരുന്ന കുട്ടികളുടെ ലിസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യും. ആ കുട്ടികൾക്ക് ക്ലാസ് റൂം അല്ലാതെ സെൽഫ് സ്റ്റഡി ചെയ്യാനായി മറ്റൊരു റൂമും കൂടി സ്കൂളിൽ നിന്ന് നൽകുന്നതാണ്. ആ ലിസ്റ്റിലെങ്ങാനും തങ്ങളുടെ പേരുണ്ടോന്ന് സീറിയും ഫ്രണ്ട്സ് നോക്കുമ്പോൾ അവളുടെ പേരില്ല. പക്ഷെ കിമ്മിന്റെ പേര് അതിലുണ്ടെന്ന് കണ്ട് അവൾക്ക് ആകെ വെപ്രാളാവുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു സെൽഫ് സ്റ്റഡി റൂമിൽ സ്റ്റഡി മാത്രമല്ല പരസ്പരം ഇഷ്ടമുള്ളവർ തമ്മിൽ പ്രപ്പോസ് ചെയ്യാറുണ്ടെന്നും അങ്ങനെ പ്രപ്പോസ് ചെയ്താൽ അത് സക്സസ് ആവാൻ ചാൻസ് ഉണ്ടെന്നും ഒരു സംസാരം കുട്ടികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ കിം അവിടെ ഉള്ളതുകൊണ്ട് കിമ്മിനോട് ഇപ്പോ ക്രഷ് അടിച്ചിരിക്കുന്ന സീറി അവിടെ കയറി പറ്റണം, അവൻ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യണം, അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്താൽ സക്സസ് ആവുമല്ലോ എന്ന രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവൾക്കത് മര്യാദയ്ക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവൾ മുന്നേ സോൾജി ആവശ്യപ്പെട്ട പ്രകാരം സോൾജിയുടെ പ്ലേസിലേക്ക് സ്വിച്ച് ആയിരുന്നല്ലോ അവളുടെ തൊട്ടടുത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇരിക്കുന്നത് മുന്നേ സോൾജിയുടെ കൂടെ ഇരുന്നിരുന്ന സിയോങ് ആണ്. സിയോങ് ഭയങ്കര വാചകടിയാണ്. ഇപ്പോഴും അവിടെ ഇരുന്ന് വാചകടിക്കുമ്പോൾ സീറിക്ക് ദേഷ്യം വരുന്നുണ്ട്. വെറുതെ അല്ല സോൾജി ജീവനും കൊണ്ട് ഓടിയത്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നെല്ലാം അവൾ ദേഷ്യപ്പെടുന്നു. ഈ സമയം അവിടേക്ക് എത്തുന്ന അവരുടെ ക്ലാസ് ടീച്ചർ മാറ്റി വെച്ചിരുന്ന അവരുടെ ട്രിപ്പ് ഉടനെ എന്തായാലും ഉണ്ടാകുമെന്നും അതിനു മുന്നേ ചെയ്തു തീർക്കേണ്ട പ്രോജക്റ്റും സെമിനാറും ഒക്കെ തന്നെ ചെയ്യണമെന്നും അവരെ ഓർമ്മപ്പെടുത്തുന്നു. ട്രിപ്പിന്റെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിലും അയ്യോ അതിനു മുന്നേ ഇതെല്ലാം ചെയ്തു തീർക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. അങ്ങനെ പിന്നീട് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കിമ്മിനെ നമ്മൾ കാണുമ്പോൾ അവന്റെ ഫാൻ ഗേൾസ് ഒക്കെ തന്നെ അവിടെ വായി നോക്കി നിൽക്കാണ്. ബാസ്കറ്റ് ബോൾ കളിച്ച് ക്ഷീണിച്ചെത്തുന്ന അവന് ഒരു ഡ്രിങ്ക്സ് കൊടുത്ത് ഇംപ്രസ് ചെയ്യാമെന്ന് കരുതി സേറി വേഗം തന്നെ കഫേയിലേക്ക് പോയി അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡ്രിങ്ക്സ് എടുത്തിട്ട് അതിൽ തന്റെ പേരെഴുതി ഇത് പ്രത്യേകമായി കിമ്മ് വരുമ്പോൾ അവന് കുടിക്കാൻ കൊടുക്കണമെന്നൊക്കെ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു വെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഓ ഇത് കിമ്മിന് കൊടുക്കാനല്ലേ, ഇതുപോലെ കുറെ ബോട്ടിൽ പല പെമ്പിള്ളേർ വന്ന് കിമ്മിന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരുടെ പേര് എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടെന്ന് ആ സ്റ്റാഫ് പറയുമ്പോ ഓ തന്റെ ഐഡിയ ഇതുപോലെ മറ്റു പെമ്പിള്ളേരുടെ തലയിലും ഉണ്ടല്ലോ എന്ന് അവൾക്ക് ആകെ നിരാശ. എന്തായാലും ഇത് കൊടുക്കണ്ടെന്ന് കരുതി അവൾ ആ ഒരു ബോട്ടിലും കുടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോഴാണ് സേറിയെ കണക്ക് തന്നെ അങ്ങനത്തെ ആ ഒരു കൈൻഡ് ഓഫ് മുടിയുള്ള അവിടുത്തെ മറ്റൊരു സ്റ്റുഡന്റ് ആയ ഇൻജിയോങ്ങിനെ കാണുന്നത്. ഇന്നിനും സേറിക്കും പണ്ടേ അവരുടെ മുടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനവർ പല DIYസും വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും വർക്കൗട്ട് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ചെയ്യാൻ ഈ കാശ് തരപ്പെടുത്തുന്നത് വരെ മുന്നോട്ട് പോവാ എന്ന തീരുമാനം അവരെടുക്കുകയായിരുന്നു. തന്റെ കയ്യിലിരിക്കുന്ന അതേ കൈൻഡ് ഓഫ് ഒരു ഡ്രിങ്ക്സ് ആണ് ഇന്നും ഇപ്പൊ കുടിക്കുന്നതെന്ന് കാണുന്ന സേറിക്ക് ഓ അപ്പൊ ഇവള് എന്നെ പോലെ കിമ്മിന്റെ ഒരു ഫാൻ ആണോ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കിമ്മിനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണം, ഒരുപാട് പെമ്പിള്ളേർ അവന്റെ പുറകിലുണ്ട്, എത്രയും പെട്ടെന്ന് താൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ച് സേറി അങ്ങനെ അടുത്ത ദിവസം സ്വിം ചെയ്യാനായി പോകുമ്പോൾ അവളുടെ യൂണിഫോം ആ കരയിൽ വെച്ച് അവളുടെ നെയിം ബാഡ്ജ് ഒക്കെ അവൻ വരുമ്പോൾ കാണുന്ന രീതി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് അവൾ പ്രതീക്ഷ കണക്കന്ന് കിം എത്തിയില്ല. പകരം മറ്റൊരു പയ്യനാണ് വരുന്നത്. ഈ പയ്യന്റെ പേര് യുന്നെന്നാണ്. അവനാണ് നമ്മുടെ കഥാനായകൻ. അവൻ വന്നപാടെ ആ പാറയുടെ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിലും കാല് തെറ്റി വെള്ളത്തിലേക്ക് വീഴുന്നു. ഇത് കാണുന്ന സേറി അവനെ ഒരുവിധം കരക്കെത്തിച്ച് അവന് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ കൃത്രിമ ശ്വാസം കൊടുക്കാനേ ഒരുങ്ങുമ്പോഴേക്കും അവൻ കണ്ണു ഉറക്കുന്നുണ്ട്. പെട്ടെന്ന് പേടിക്കുന്ന അവൾ ഒരു അടി കൊടുത്തിട്ട് നീന്തൽ അറിയില്ലെങ്കിൽ എന്തിനാ ഇവിടൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതൊക്കെ അവനോട് നന്നായി ദേഷ്യപ്പെടുന്നു. അവൻ ആരാണ് എന്താണെന്ന് അവൾക്ക് അപ്പൊ അറിയുണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്ന അവൾ യുന്നിനെ വീണ്ടും അവളെ കാണുന്നുണ്ട്. അവൻ അവിടെ ഇപ്പോൾ പഠിക്കാനായി വന്ന പുതിയൊരു സ്റ്റുഡന്റ് ആണെന്നും അവൾ മനസ്സിലാക്കുന്നു. ഒരു പുതിയ സ്റ്റുഡന്റ് വന്നിട്ടുണ്ട്, ആള് സോളിൽ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഹൈപ്പ് എടുത്ത് യുന്നിനെ പറ്റി ഓൾറെഡി യുൻ സ്റ്റാഫ് റൂമിൽ നിൽക്കുന്നത് കണ്ട് സിയോങ് ക്ലാസ്സിൽ വന്ന് സേറിയുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും യുന്നിനെ അവിടെ കാണുന്ന സേറി അവൻ നടക്കാൻ പാടുപെട്ട് ഒരു എയ്ഡിന്റെ സഹായത്തോടു കൂടിയൊക്കെ നടന്നു വരുന്നത് കണ്ട് ഓ ഇത് ഇന്നലെ വീണപ്പോ പറ്റിയതായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനോട് ചെറുതായി ഒന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. അവൻ പക്ഷെ ഒരു മടിയിലും മടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇത് കേൾക്കുന്ന അവളുടെ കൂട്ടുകാര് നിനക്ക് ഈ പയ്യനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. സോളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന പയ്യൻ ഇവരെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. എന്തായാലും അത് കേൾക്കുന്ന അവളും പിന്നെ ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ ബീച്ചിലോ ഈ അടുത്ത് ബീച്ചിൽ പോക്ക് കുറച്ച് കൂടുന്നുണ്ടല്ലോ, ആ കിമ്മിനെ കാണാൻ വേണ്ടിയല്ലേ ഈ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ അവളെ കളിയാക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരുന്നു യുൻ ക്ലാസ്സിലേക്ക് വരുന്നത്. കാരണം അവൻ ഒരു ദുസ്വപ്നം കണ്ടാണ് ഞെട്ടി ഉണരുന്നത്. മറ്റൊന്നുമല്ല, വെള്ളം മുങ്ങി പോകുന്ന കണക്ക് ഒരു ഡ്രീം. എന്തായാലും അന്ന് സ്കൂളിന് അവിടെ ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് കാലും ഇപ്പൊ വയ്യാത്തത് കൊണ്ട് തന്നെ പാടുപെട്ട് നടന്നു വരുന്ന അവനെ സേറിയും ഫ്രണ്ട്സും കാണുന്നു. സിയോങ്ങൊക്കെ കണ്ടിട്ടും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ സേറി ചെന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ടീം അവളുടെ അടുത്തേക്ക് വരുന്ന അവരുടെ സാറ് അവിടെ ഇത് കണ്ടിട്ടും ഹെൽപ്പ് ചെയ്യാതെ നിന്ന് അവളുടെ ഫ്രണ്ട്സിനെ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ അവളുടെ ആ ഒരു നെയിം ബാഡ്ജ് യൂണിഫോമിൽ ഉണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അവളെ വഴക്ക് പറയുമ്പോൾ സാറ് എടുക്കാൻ മറന്നതാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി അത് അവളുടെ കയ്യിൽ നിന്ന് മിസ്സായി എവിടെ പോയി എന്നതിനെ പറ്റി അവൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ മാത്രമല്ല പിന്നീട് ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടി ക്യാൻറ്റീൻ ഭാഗത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരൊറ്റ ഓട്ടമാണ്. ആ ഒരു ടൈമിലും ഇവൻ ഭയങ്കരമായി പാടുപെടുന്നത് കണ്ട് സേറി പോയി ഹെൽപ്പ് ചെയ്യുന്നു. വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അവൾക്ക് അറിയാലോ ഇവന്റെ കാലിങ്ങനെ വീണ് ഇങ്ങനെ ആയെന്ന്, അതിന്റെ ഒരു സിമ്പതി. ഇങ്ങനെ അവളും ഫ്രണ്ട്സും യുനിന്റെ അടുത്ത് തന്നെ ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോൾ യുൻ ഇവരെക്കാൾ ഒരു വയസ്സ് മൂത്തതാണ്. ആള് കോളേജിലേക്കുള്ള എൻട്രൻസ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് വീണ്ടും പഠിക്കാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഒപ്പ എന്ന് വിളിച്ച് സേറിയുടെ ഫ്രണ്ട്സ് യുന്നിനോട് സംസാരിക്കുമ്പോൾ അയ്യേ ഒപ്പ എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല എന്ന് യുന്നിനെ മിസ്റ്റർ എന്ന് സംബോധന ചെയ്തുകൊണ്ട് സേറി പറയുമ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ ഒന്നും വിളിക്കേണ്ട, ഞാൻ നിങ്ങളെക്കാൾ ജസ്റ്റ് ഒരു വയസ്സ് മാത്രമല്ലേ മൂപ്പുള്ളൂ, എന്നെ എന്റെ പേര് വിളിച്ചോളാം എന്ന് മട്ടില് യുൻ സംസാരിക്കുമ്പോൾ പിന്നെന്താ പേര് വിളിക്കാലോ എന്ന് പറഞ്ഞ്
യുന്നിന്റെ തോളിലൊക്കെ തട്ടി സേറി ഭയങ്കര കാഷ്വലായി സംസാരിച്ചു തുടങ്ങുന്നു. എന്തായാലും ഇപ്പോ മറ്റൊരു കാര്യം ഞാൻ മറന്നുപോയത് ഓർമ്മപ്പെടുത്താം. മുന്നേ വെള്ളത്തിൽ വീണപ്പോഴും പിന്നെ ഇന്ന് രാവിലെയും ഇപ്പൊ ഫുഡ് കഴിക്കാൻ നേരമൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ സേവ് ചെയ്തതിനുള്ള ട്രീറ്റ് എനിക്ക് വേണമെന്ന് സേറി പറയുമ്പോൾ അവളുടെ ഫ്രണ്ട്സും അതെ ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ യുൻ അവർക്കൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ ടീം സിയോങ് യുന്നിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് അത് വേണ്ടാന്ന് വെച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവന്റെ ആ ഒരു കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന യുൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. അപ്പോഴേക്കും സേറിക്ക് അവളുടെ നെയിം ബാഡ്ജ് മിസ് ആയതുകൊണ്ട് തന്നെ സാറിന്റെ കയ്യിൽ നിന്ന് വഴക്കിനെയും കിട്ടാതിരിക്കാനായി ഫ്രണ്ട്സ് ഒരു തട്ടിക്കൂട്ട് നെയിം ബാഡ്ജ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് കേൾക്കുന്ന യുൻ അവന്റെ പോക്കറ്റിൽ തപ്പുന്നുണ്ട്. കാരണം അവന്റെ കയ്യിൽ അവളുടെ നെയിം ബാഡ്ജ് ഉണ്ടായിരുന്നു. മുന്നേ അവൾ ഹെൽപ്പ് ചെയ്തിരുന്നേൽ ബീച്ചിൽ വെച്ച് അപ്പൊ കിട്ടിയതാണ്. അവനത് കൊടുക്കാൻ ഈ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും എന്നാലും നിന്റെ നെയിം ബാഡ്ജ് നിന്നോട് ക്രഷ് ഉള്ള ഏതെങ്കിലും പയ്യൻ മാറ്റി വെച്ചതായിരിക്കും. പൊതുവെ എങ്ങനെയാ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പെണ്ണിന്റെ നെയിം ബാഡ്ജ് ഒക്കെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം പയ്യന്മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സേറിയുടെ കൂട്ടുകാർ കളിയാക്കുമ്പോ അത് കേൾക്കുന്ന യുന്നിന് ടെൻഷൻ. അവൻ വേഗം ആരും കാണാതെ ആ നെയിം ബാഡ്ജ് തിരിച്ച് പോക്കറ്റിൽ തന്നെ വെക്കുന്നുണ്ട്. കാരണം ഇനി അവൻ ഇവളോടുള്ള ഇഷ്ടം കൊണ്ട് ഇത് എടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്നൊക്കെ ഇവർ കളിയാക്കുമല്ലോ എന്ന് പേടിച്ച്. അങ്ങനൊന്നും ആയിരുന്നില്ല അവന്റെ മനസ്സിലപ്പോ. എന്തായാലും സേറി ആകട്ടെ പിന്നെ എന്നെ ആര് പ്രപ്പോസ് ചെയ്യാനാ, ഇനി അങ്ങനെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ വന്നാൽ തന്നെ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് കിമ്മിനെ ഇഷ്ടമെന്ന് ഞാൻ പറയുന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവളുടെ തലയിൽ ഒരു ബോൾ വന്ന് തട്ടുന്നുണ്ട്. ഏതവനാ ഇതെന്നുള്ള ദേഷ്യത്തിൽ അവൾ തിരിയുമ്പോഴേക്കും അവിടെ കാണുന്നത് കിമ്മിനാണ്. കിമ്മു അവന്റെ ഫ്രണ്ട്സ് അവിടെ ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ട് നിന്നപ്പോ ആ ബോൾ വന്ന് തട്ടിയതാണ്. അവന് കണ്ടപാടെ അവളുടെ ദേഷ്യം എല്ലാം പോകുന്നു. സോറി എന്നൊക്കെ പറഞ്ഞ് അവന്റെ ബോൾ വാങ്ങിച്ചു പോകുമ്പോ അവൾ വളരെ ഹാപ്പി ആവുന്നു. ബോൾ ഒന്ന് തട്ടി തലയൊന്ന് വേദനിച്ചാൽ എന്താ, അവനടുത്ത് വന്ന് സംസാരിച്ചില്ലേ, അതാണ് അവൾക്ക് വലിയ കാര്യം. അവൻ മനപ്പൂർവ്വം നിന്റെ അടുത്ത് പഞ്ചാര അടിക്കാൻ വേണ്ടി തന്നെ ബോൾ എടുത്ത് എറിഞ്ഞാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ സംസാരിക്കുമ്പോ സീറി അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. ഇത് കേട്ടിരുന്ന യുന്നാകട്ടെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അറിയാതെ ബോൾ വന്ന് വീണതായിട്ടാ എനിക്ക് തോന്നുന്നത്, ആള് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കിയതായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോ അത്രയും നേരം ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് സംസാരിച്ചിരുന്ന കൂട്ടുകാരികളുടെയും അത് കേട്ട് പുളകിതയായി നിന്നിരുന്ന സേറിയുടെയും മുഖം വാടുന്നുണ്ട്. അവര് വേഗം തന്നെ നീ ഒന്നും മിണ്ടായിരുന്നേന്ന് പറഞ്ഞ അവനോട് ചൂടായി. ഇവൻ ഒരു സെൻസും ഇല്ല, ഇവൻ പറയുന്നൊന്നും കാര്യമൊക്കെ ഉണ്ടെന്നൊക്കെ സംസാരിച്ച് അങ്ങനെ നടന്നു പോകുന്നു. എന്തായാലും പിന്നീട് സ്കൂളിലെ കുട്ടികളൊക്കെ ഞെട്ടിയ ഒരു മേക്ക് ഓവർ അവിടെ നടക്കുന്നുണ്ട്. മറ്റാരും അല്ല, ഇന്നില്ലേ അവൾ സേറിയുടെ പോലെ ഉണ്ടായിരുന്ന അവളുടെ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് മറ്റൊരു ലുക്കിലാണെന്ന് സ്കൂളിലേക്ക് എത്തിയത്. എല്ലാരും ഞെട്ടിപ്പോയി. ഏറ്റവും അധികം ഞെട്ടിയത് നമ്മുടെ സേറിയാണ്. സേറി വേഗം തന്നെ ഇന്നിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ, ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ നല്ലൊരു സലൂണിൽ നിന്നാ ചെയ്തിരിക്കുന്നത്, സോളിലെ കണക്ക് നല്ല സർവീസ് അവിടെ കിട്ടുക. സാധാരണ അവരുടെ നാട്ടിലൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ഇവർക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുന്നത് സോളിൽ പോകുമ്പോഴാണ്. സോളാണ് അവരുടെ ക്യാപിറ്റൽ. അവിടുത്തെ കണക്ക് തന്നെ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന ഒരു സലൂൺ നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, അവിടുന്ന് ഞാൻ ഇത് ചെയ്തെന്നൊക്കെ ഇൻ പറയുമ്പോൾ ആ സലൂണിന്റെ ഡീറ്റെയിൽസ് സേറി ചോദിക്കുമ്പോൾ ഇൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റേറ്റ് എത്രയാണെന്നും കൂടി ചോദിക്കുമ്പോൾ 20,000 വോണെന്നും ഇൻ പറയുന്നുണ്ട്. സേറിയുടെ നല്ല ജീവൻ അങ്ങ് പോകുന്നു. കാരണം അവൾ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവൾക്ക് ഇത്രയും നാൾ ഇതേ കാര്യത്തിൽ കൂട്ടുണ്ടായിരുന്നെന്ന് വിചാരിച്ച അവളുടെ ഒരു ഫ്രണ്ടും അത് ചെയ്തിരിക്കുന്നു. ഇപ്പൊ അവൾ ഒറ്റപ്പെട്ട് നിൽക്കാണ്. അതും ഇത്രയും രൂപ കയ്യിലുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് അന്ന് ഈവനിങ് ആ സലൂണിന്റെ അവിടെ പോകുന്നുണ്ട്. അങ്ങനെ കടയുടെ മുന്നിൽ കുറ്റിയടിച്ച് നിൽക്കുന്ന ഇവരെ കണ്ട് സലൂൺ ഓണർ വന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് എങ്ങനെയാ, ലോങ് ലാസ്റ്റ് ചെയ്യോ? സാധാരണ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ ജസ്റ്റ് 1 ഡേ കഴിഞ്ഞ് ചീത്തയായി പോകാറുണ്ട്, ഇവിടെ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല സ്ട്രൈറ്റനിങ് ആണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്, ബെസ്റ്റ് ക്വാളിറ്റി ആണ്, ലോങ് ലാസ്റ്റ് ചെയ്യുന്നെല്ലാം അവർ പറയുന്നുണ്ട്. നിങ്ങൾ സ്ട്രൈറ്റൻ ചെയ്തതാണെന്ന് പോലും തോന്നാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ സർവീസ് ചെയ്ത് തരും എന്നൊക്കെ പറയുമ്പോൾ സംഭവമൊക്കെ ശരിയാ, പക്ഷെ റേറ്റ് ഇവൾക്ക് അഡ്ജസ്റ്റ് ആവണ്ടേ, അതുകൊണ്ട് തന്നെ ഇവൾ ഒന്നും ഇതൊക്കെ കേട്ട് മടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അല്ല ആർക്ക് ഇത് സ്ട്രൈറ്റ് ചെയ്യേണ്ട, മോൾക്കാണോ എന്ന് പറഞ്ഞ് സേറിയുടെ അടുത്തേക്ക് എത്തി അവളുടെ മുടി തൊട്ട് നോക്കുന്നുണ്ട്. ഇത് ആകെപ്പാടെ മോശം അവസ്ഥയിലാണ്, എത്രയും പെട്ടെന്ന് സ്ട്രൈറ്റൻ ചെയ്യണമെന്നൊക്കെ അവർ പറയുന്ന ടീം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തന്നെ സ്ട്രൈറ്റൻ ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവൾ വീട്ടിലേക്ക് ചെന്ന് അവൾ ചെറുതായി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന കാശൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ സ്ട്രൈറ്റൻ ചെയ്യാനായി ആവശ്യമുള്ളതിന്റെ ഇച്ചിരി പോലും അത് ആവുന്നില്ല. ഈ അടുത്ത കാലത്തൊന്നും തനിക്ക് സ്ട്രൈറ്റൻ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ ഭയങ്കര നിരാശയിലാവുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനായി ആ പാർലറിന്റെ അവിടെ പോയി ഇവിടുന്ന് എനിക്ക് എങ്ങനെ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യാൻ പറ്റാന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ട് അവൾ നിൽക്കുമ്പോഴാണ് ആ പാർലർ ഓണറിനെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പയ്യൻ വരുന്നത് അവൾ കാണുന്നത്. ആ കാഴ്ച കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോകുന്നു. കാരണം ആ പയ്യൻ മറ്റാരും ആയിരുന്നില്ല, യുന്നാണ്. അവന്റെ അമ്മയാണ് ഈ പാർലർ ഓണർ എന്ന് കാണുന്ന അവളുടെ മനസ്സിൽ ഒന്നല്ല രണ്ടല്ല ഒരുപാട് ലഡ്ഡു പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വഴി എങ്ങനെങ്കിലും തന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യണം എന്ന് ഉറപ്പിച്ച അവൾ പിന്നീട് സ്കൂളിൽ വെച്ച് അവനെ ഇംപ്രസ് ചെയ്യാൻ അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ പല പണിയും നോക്കുന്നുണ്ട്. അവൻ പോകുന്ന വഴി നടന്നു പോവാ, അവന്റെ ക്ലാസ്സിൽ വെച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന കണക്ക് കാണിക്കുക എന്നിങ്ങനെ പലതും. ഇവളെന്തിപ്പോ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അന്ന് ക്ലാസ് കഴിഞ്ഞ് അവൻ പാർലറിന്റെ അവിടെ അമ്മ കാണാൻ വരും എന്ന് ഉറപ്പുണ്ടായിരുന്ന അവൾ അവിടെ വെച്ച് അവനെ യാദൃശികമായി കണ്ടുമുട്ടുന്ന രീതിയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കാനായി ആ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അവനെ കാണുമ്പോ നീ എന്തിവിടെ, മുടി വെട്ടാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ച് ഒരു സംസാരം തുടങ്ങുമ്പോ അതല്ല എന്റെ അമ്മ എവിടെ പാർലർ നടത്തുന്നതെന്ന് അവൻ പറയുമ്പോ അമ്മയോ എനിക്ക് പരിചയപ്പെടണല്ലോ എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് ചെല്ലുന്നു.
ഹായ് ആന്റി, ഞാൻ യുന്നിന്റെ ഫ്രണ്ടാ, ഞങ്ങൾ ഒരേ ക്ലാസ്സിലാ, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അവൾ അവനോട് ഭയങ്കര കമ്പനിയാണെന്ന രീതിക്ക് അവിടെ വരുത്തി തീർക്കാനായി നോക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവളാകട്ടെ ഇവൻ വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോയപ്പോ ഞാനാ ഹെൽപ്പ് ചെയ്തത്. ആ സമയത്ത് അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടില്ലെങ്കിൽ ഇവന്റെ അവസ്ഥ എന്തായെന്നൊക്കെ പറഞ്ഞും കൂടി സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന അവന്റെ അമ്മയ്ക്ക് ഒന്ന് പേടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചോന്ന് അമ്മ ടെൻഷൻ ആകുമ്പോ ഒന്നുമില്ല അമ്മ, ഞാൻ അറിയാതെ വെള്ളത്തിൽ വീണ് അത്രേ ഉള്ളൂ എന്നൊക്കെ അവനും പറയുന്നു. എന്തായാലും മോൾ ഇവനെ ഹെൽപ്പ് ചെയ്തത് വലിയ കാര്യമായി. ഇവന്റെ കാല് റെഡിയാവാനേ ഇനിയും കുറച്ചുകൂടെ താമസമുണ്ട്. അപ്പോൾ അതുവരെയും കൂടി മോള് ഹെൽപ്പ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അതിന് പകരമായിട്ട് മോക്ക് സ്ട്രൈറ്റനിങ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാന്നെല്ലാം ഇവൾ മുന്നേ സ്ട്രൈറ്റനിങ്ങിന്റെ കാര്യം ചോദിച്ചെന്ന് വന്ന ഓർമ്മയുണ്ടായിരുന്ന യുന്നിന്റെ അമ്മ പറയുമ്പോൾ ആക്ച്വലി അത് തന്നെയായിരുന്നു സേറിക്കും വേണ്ടിയിരുന്നത്. എങ്ങനെയെങ്കിലും സ്ട്രൈറ്റനിങ് ഒപ്പിച്ചെടുക്കണം. അതിപ്പോ അവന്റെ അമ്മ പറഞ്ഞത് കേട്ട് സന്തോഷമാവുന്നവൾ പിന്നെ ഞാൻ നന്നായിട്ട് ഇവനെ നോക്കിക്കോളാന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ മുതൽ അവനെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് അവന്റെ ബാഗ് പിടിക്കുന്നതും അവനെ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കുന്നത്. അത് മാത്രമല്ല ക്ലാസ് റൂമിൽ വെച്ച് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. തിരിച്ച് സ്കൂളിൽ നിന്ന് അവനെ കൊണ്ടുപോകുന്നു. അവനെ അമ്മയുടെ ഷോപ്പിന്റെ അടുത്തേക്ക് ആക്കുന്ന ടീം അവിടെ ഉണ്ടായിരുന്ന കുറെ ലീഫ്ലെറ്റ്സ് ഒക്കെ അവർ ആവശ്യപ്പെടാതെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഈ റോഡിലേക്ക് പോകുന്നു. ഇതൊക്കെ കാണുന്ന അവനാകട്ടെ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അതൊക്കെ ചെയ്യുന്ന അവളാകട്ടെ ആ വഴി കിമ്മും ഫ്രണ്ട്സും നടന്നു വരുന്നത് കണ്ട് കിമ്മ് തന്നെ ഈ മുഷിഞ്ഞ കൊലത്തിൽ കാണരുത്, തനിക്ക് മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് അവനെ ഇംപ്രസ് ചെയ്യാനുള്ളതല്ലേ എന്ന് മനസ്സിലോർത്ത് വേഗം അവിടെ യുന്നിന്റെ പുറകിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇവിടെ നിന്ന് അവന് വീട്ടിലേക്ക് കൊണ്ടാക്കാനായി അവൾ പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മഴ പെയ്യുന്നുണ്ട്. ഇവരുടെ കയ്യിൽ കൊടയില്ലാത്തത് കൊണ്ട് തന്നെ നനയാതിരിക്കാനായി അവിടെ അടുത്താണ് അവളുടെ അച്ഛന്റെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ബുക്കും കാര്യങ്ങളും അങ്ങനെ കുറെ കാണാനായിട്ട് തന്നെയുണ്ട്. അവിടേക്കാണ് മഴയിൽ നിന്ന് രക്ഷപ്പെടാനായി പെട്ടെന്ന് സേറി യുന്നിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഒരുപാട് ബുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവൻ അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇതിന്റെ അച്ഛന്റെ ഒരു പ്രൈവറ്റ് സ്പേസാ, ഇവിടെ ഞാൻ അങ്ങനെ ആരെയും കൊണ്ടുവരുന്നില്ല, അപ്പൊ എനിക്ക് അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞവൾ അവനെ കൊണ്ട് അവൾക്ക് വലിയൊരു കാര്യം നടക്കാൻ പോലെ അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിൽ അവനെ ഭയങ്കര കെയറോട് കൂടിയാണ് സംസാരിക്കുന്നത് കാണുന്നതൊക്കെ തന്നെ. ആ കൂട്ടത്തിൽ ഇവിടെ കോമിക് ബുക്സ് ഉണ്ട്, എടുത്ത് വായിച്ചോന്ന് അവൾ പറയുമ്പോൾ കോമിക് ബുക്സ് ഒന്നും ഇന്ന് വരെ ഞാൻ വായിച്ചിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഈ പ്രായത്തിലുള്ള കോമിക് ബുക്സ് വായിക്കാത്ത ഒരാളൊന്ന് അവൾ ആകെ വണ്ടറായി പോകുന്നു. എന്തായാലും വായിച്ചു നോക്കുന്നേ, നിനക്ക് ആവശ്യമുള്ളപ്പോ ഇവിടെ വന്ന് ബുക്സ് എടുത്ത് വായിച്ചെന്നും പറഞ്ഞ് ഇതിന്റെ പാസ്കോഡ് അവൾ അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി തിരിച്ചു പറയുന്ന ടിവിയോ അങ്ങനെ ഉച്ചത്തിൽ പറയില്ല, ആരെല്ലാം കേക്കില്ല, അവര് വരില്ല എന്ന് പറഞ്ഞ് അവനത് മറന്നു പോകാതിരിക്കാനും വേറെ ആരും അറിയാതിരിക്കാനും അവന്റെ കയ്യിലാണ് അവൾ അത് എഴുതി കൊടുക്കുന്നത്. അവനാകട്ടെ അന്ന് വീട്ടിൽ പോയിട്ട് അത് നോക്കി ഇരിപ്പായിരുന്നു. എന്തോ അവന്റെ മനസ്സിൽ കയറി പറ്റിയ കണക്കാണ് തോന്നുന്നത്. ഇതേ ടീം സേറിക്കാകട്ടെ താല്പര്യം കിമ്മിനോടാണ്. യുന്നിന്റെ അമ്മയുടെ ഷോപ്പിൽ നിന്ന് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ലുക്കൊക്കെ ഒന്ന് മാറ്റി കിമ്മിനെ പ്രപ്പോസ് ചെയ്യണം എന്നതൊക്കെയാണ് അവളുടെ ആഗ്രഹം. അവളുടെ ആഗ്രഹം മറ്റു ഫ്രണ്ട്സിനും അറിയാം. അപ്പൊ പ്രപ്പോസ് ചെയ്യാനായിട്ട് പ്ലാൻ ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. കിം പോകുന്ന ആ ഒരു സെൽഫ് സ്റ്റഡി റൂം ഉണ്ടല്ലോ, അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യണം. അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്തവരുടെ ഒക്കെ ലവ് സക്സസ് ആയിട്ടുണ്ട് എന്ന ആ ഒരു സംസാരം അവിടെ ഉള്ളത് കൊണ്ടും അതിൽ ശരിക്കും ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടും അവിടെ വെച്ച് അവനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത അവൾ ഒരു ജാറ് നിറയെ കുട്ടി കുട്ടി പേപ്പർ ബോൾസ് ഉണ്ടാക്കിയിടുന്നുണ്ട്. പ്രപ്പോസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായി ഒരു 1000 എണ്ണാണ് ആദ്യം തീരുമാനിക്കുന്നെങ്കിലും പിന്നീട് ഒരു 10,000 എണ്ണം ഉണ്ടാക്കാന്നൊക്കെ ഇങ്ങനെ അവൾ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്ത് ഫ്രണ്ട്സിന്റെ കൂടെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ടീം. അവിടെ യുന്നുണ്ടെങ്കിലും അവൻ ഇതൊക്കെ കേട്ട് നിൽക്കുന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. നൈസായിട്ട് അവിടെ നിന്ന് പോകാനേ അവൻ ശ്രമിക്കുമ്പോൾ എവിടെ പോവാണെന്ന് സേറി ചോദിക്കുന്ന ടീം എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്ന് അവൻ പറയുന്ന ടീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ, ഞാൻ നിന്റെ അമ്മയുടെ സലൂണിൽ നിന്നല്ല മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിനക്ക് എന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടേന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അല്ലേ വേണ്ട, അവനെ നിർബന്ധിക്കേണ്ട, ഞാൻ അവന്റെ ലൈഫൊക്കെ സേവ് ചെയ്തെങ്കിലും അവന് എന്നോട് അതിന്റെ യാതൊരു നന്ദിയില്ല, അതുകൊണ്ട് അവനെ നിർബന്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സെന്റ് അടിക്കുമ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവനും അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവൾ ഇതൊക്കെ ചെയ്യുന്നത് കിമ്മിനെ പ്രപ്പോസ് ചെയ്യാനാണെന്ന് അവളോട് താല്പര്യമുള്ള യുന്നിന് നന്നായി അറിയാമെങ്കിലും എന്തായാലും അവൾ അവനോട് ഇത് ഉണ്ടാക്കാനായി ആവശ്യപ്പെട്ടതല്ലേ, അത് അവൻ വളരെ ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട്. ഇവർ ഇതിനായിട്ട് ഒത്തുകൂടുന്ന സമയത്ത് മാത്രമല്ല പിന്നീട് ക്ലാസ്സിലിരിക്കുമ്പോഴും അവന് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴും ഒക്കെ തന്നെ അവൻ ഇതിനായി തന്നെയാണ് ടൈം കണ്ടെത്തുന്നത്. അങ്ങനെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പേപ്പർ ബോൾസ് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതും അവൻ തന്നെയാണ്. അത് കാണുന്ന അവളും ഒരുപാട് ഹാപ്പി. അങ്ങനെ സമയം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ യുന്നിനെ ഹെൽപ്പ് ചെയ്ത് ഫുൾ ടീം കൂടെ നടക്കുന്ന സേറി അതിന്റെ ഇടയിൽ കിമ്മിനെ കാണുമ്പോൾ അത്ര വെട്ടപ്പെടാതെ നടക്കുന്നു. കാരണം അവനെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ തന്റെ ആ ഒരു മാറിയ ലുക്കിൽ അവൻ തന്നെ നന്നായി കണ്ടാൽ മതി, അതുവരെ അവന്റെ മുന്നിൽ അത്രയും വെട്ടപ്പെടേണ്ട എന്നതാണ് അവളുടെ തീരുമാനം. അതിന്റെ ഇടയിൽ അവനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സെൽഫ് സ്റ്റഡി റൂമിൽ ഒരു ഇടം കിട്ടാനായി ക്ലാസ്സിലെ ഒരു പഠിപ്പി പയ്യനെ ക്ലാസ്സിൽ വെച്ച് സേറി സോപ്പ് ഇട്ട് നോക്കുന്നുണ്ട്. അവനോട് പ്ലീസ് ഒരു ദിവസത്തേക്ക് നിന്റെ അവിടുത്തെ പ്ലേസ് എനിക്ക് തരാമെന്നൊക്കെ ഇവൾ ചോദിക്കുമ്പോൾ അവൻ കൊടുക്കില്ല എന്ന് വാശി പിടിക്കുമ്പോൾ അവൾ കാര്യം പറയുന്നു ഇതുപോലെ കിമ്മിനെ പ്രപ്പോസ് ചെയ്യാനാണെന്ന്. അത് കേൾക്കുന്ന ആ പയ്യൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കിമ്മിനെ പ്രപ്പോസ് ചെയ്യാനോ, കിം എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു, നിന്നെ പറ്റി ഇച്ചിരെങ്കിലും ബോധം നിനക്ക് വേണ്ട, ഉളുപ്പില്ലെന്നൊക്കെ ചോദിച്ചാൽ അവൻ
സംസാരിക്കുന്നത് അവളെ ഭയങ്കര സങ്കടത്തിലാക്കുന്നുണ്ട്. കാരണം അവളെ പറ്റി അത്രയും മോശമായിട്ടാണല്ലോ ഇവരൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്ന രീതിക്ക്. ഈ ഒരു സംസാരമൊക്കെ തന്നെ അവിടെ യുന്നും കേട്ടിരുന്നു. ഇപ്പൊ എന്തായാലും അവൾ പിന്നീട് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴും എന്നാലും അവൻ അങ്ങനെ പറയുണ്ടായിരുന്നു, എന്ത് മോശമായിട്ട് അവൻ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സങ്കടപ്പെടുമ്പോ അവളുടെ സങ്കടം കാണുന്ന അവനും അങ്ങ് സങ്കടാവുന്നു. എന്തായാലും അവൾ വളരെ അപ്സെറ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന അവൻ പോകുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞപ്പോ അവൻ ഇടാനായി അവൾ കൊടുത്ത ആ ഒരു ടീഷർട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ചുടനെ പെട്ടെന്ന് അവള് പൊട്ടിക്കരയുന്നുണ്ട്. എന്നാലും അവൻ എന്നെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് സങ്കടത്തിൽ അവൾ കിമ്മിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആ ഒരു ജാർ യുന്നിന്റെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഈ ജാർ നിനക്ക് വേണ്ടേന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കെങ്ങും വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഓടാണ്. കാരണം താൻ അത്രയും ഒരു മോശമാണ്. അപ്പോൾ കിമ്മിനെ താൻ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് അവൾക്ക് വല്ലാത്ത സങ്കടം വന്നാണ് അവൾ ആ ജാറ് പോലും വേണ്ടെന്ന് വെച്ച് അവിടെ നിന്ന് ഓടുന്നത്. എന്തായാലും എത്രത്തോളം വിഷമം അവൾക്കുണ്ടെന്ന് അവന് വ്യക്തമാവുന്നുണ്ട്. അടുത്ത ദിവസം ഇവർക്ക് എക്സാം ആയിരുന്നു. നേരത്തെ തന്നെ സേറി എക്സാം ഹാളിൽ വന്നിരിപ്പുണ്ട്. അവൾ ആകെ അപ്സെറ്റ് ആണ്. കുറച്ച് ലേറ്റ് ആയിട്ടാണെന്ന് യുൻ വരുന്നത്. അവൾ ആകെ അപ്സെറ്റ് ആയതുകൊണ്ടാണ് ഇവനെ അന്ന് കൂടെ കൂട്ടാനൊന്നും അവൾ ചെല്ലാതിരുന്നത്. കാരണം മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ, കിം അവളെ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നൊരു തോന്നില്ല മുന്നത്തെ വാക്കുകളിലൂടെ അവളുടെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എക്സാം നേരത്തെ എഴുതി കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. പിന്നീട് അവൾ ആ ബുക്കൊക്കെ ഉള്ള സ്പേസിലേക്ക് ചെല്ലുമ്പോഴേക്കും ഓൾറെഡി അതിന്റെ പാസ്കോഡൊക്കെ അവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന യുൻ അവിടെ അവളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അതും അവൻ കോമിക് ബുക്സ് വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വരുന്ന അവൾ ഇതൊന്നും വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് വായിക്കാൻ തുടങ്ങിയെന്നൊക്കെ അവനോട് ചോദിക്കുന്നു. നീയല്ലേ എന്നെ ബുക്ക് വായിക്കാനേ സജസ്റ്റ് ചെയ്ത്, അതുകൊണ്ട് വായിച്ചാണെന്ന് അവൻ പറയുമ്പോഴേക്കും അവളാകട്ടെ ഇന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ നല്ല മാർക്ക് കിട്ടണേന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന അവൻ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോ, അല്ല നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് സെൽഫ് സ്റ്റഡി ഗ്രൂപ്പിൽ ചേരാലോ, ആ ക്ലാസ് റൂമിൽ ചെന്നാൽ കിമ്മിനെ കാണാലോ, പ്രപ്പോസ് ചെയ്യല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ അത് വിട്ടിട്ടില്ല. വീണ്ടും ആ ട്രാക്കിലേക്ക് തന്നെയാണെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ എന്നും പറഞ്ഞ കാര്യമുണ്ടോ, പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, പരീക്ഷയ്ക്ക് മുന്നേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ പിന്നെയും കാര്യമുണ്ട്, ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ടൈം എനിക്ക് ഒരു കഴിവില്ല, അതുകൊണ്ടല്ല എത്ര നല്ല മിടുക്കനായ പഠിപ്പിസ്റ്റായ കാണാൻ സുന്ദരനായ നല്ല ഫുട്ബോൾ കളിക്കാരനായ കിം എങ്ങനെ തന്നെ ഇഷ്ടപ്പെടും, ഞാൻ ഒരു കഴിവുമില്ലാത്ത ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുമ്പോ, അങ്ങനെ ആര് പറഞ്ഞു നിനക്ക് ഒരു കഴിവില്ലാന്ന്, നിനക്ക് നന്നായി സ്വിം ചെയ്യാൻ അറിയില്ലേ, അത് വലിയ സംഭവം അല്ലേന്നില്ല യുൻ പറയുമ്പോ, ശരിയാണല്ലോ എനിക്ക് സ്വിം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ അന്ന് ആ ബീച്ചിന്റെ അവിടെ വെച്ച് കിമ്മിനെ കണ്ടത്, എനിക്ക് അപ്പോഴല്ലേ അവനോട് ഒരു ഇഷ്ടം തോന്നിയത്, ശരിയാ ഞാൻ ഒരു കഴിവില്ലാത്തവളല്ലാന്ന് അവൾക്ക് പെട്ടെന്നൊരു സന്തോഷമൊക്കെ തോന്നുന്നു. അവൾക്കൊരു സന്തോഷം തോന്നിയെങ്കിലും അവളുടെയും കിമ്മിന്റെയും കാര്യം ആലോചിക്കുമ്പോൾ യുന്നിന് ശകല സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്തായാലും അവൾ പ്രപ്പോസ് ചെയ്യുന്നതിനെ പറ്റി കുറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് സുന്ദരിയായി കിമ്മിന്റെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൻ തന്നെ റിജക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നൊക്കെ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ ജാർ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ മുന്നേ സങ്കടത്തില് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയ ജാർ ഇപ്പോ അവൻ ഫില്ല് ചെയ്തിരിക്കുന്നുണ്ട്. അത് കണ്ട് അവൾ അന്തം വിട്ടുപോകുന്നു. ഒരു പേപ്പർ ബോൾ പോലും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ അവൻ അവൾക്ക് വേണ്ടി ആ ഒരു ജാർ നിറയുന്ന രീതിയിൽ കുറേ ഉണ്ടാക്കി ഫില്ല് ചെയ്തിരിക്കുന്നത് കണ്ട് ഭയങ്കര സന്തോഷത്തിലായ അവൾ താങ്ക്സ് പറയുമ്പോ, സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഈ പേപ്പർ ബോൾസിന്റെ ഒക്കെ ഇത് വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം സക്സസ് ആവുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഇത് ഉണ്ടാക്കിയപ്പോ നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായില്ലേ, അതൊക്കെ വലിയ കാര്യമല്ലേ എന്നായിരുന്നു അവളുടെ തിരിച്ചുള്ള ചോദ്യം. ശരിയാണ്, അവൻ അറിയാത്ത ഈ ഒരു കാര്യം പോലും പഠിച്ച് ഇത്രയും ചെയ്തത് അവൾക്ക് വേണ്ടി മാത്രമാണ്. അത് അവന്റെ മനസ്സിൽ ഇന്ന് നല്ലൊരു മെമ്മറി ആയിരിക്കും അവനും ആലോചിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ യുന്നിനെ കാണുമ്പോൾ അവന് ഉണ്ടായ ഒരു പരുക്കൊക്കെ മാറി അവന് ഇപ്പോൾ ഓക്കെ ആയിരിക്കുന്നു. അവന്റെ ആ ഒരു ബാൻഡേഡൊക്കെ അഴിച്ചിട്ട് വരുന്നത് കാണുന്ന അമ്മ വളരെ ഹാപ്പിയായി. അവൻ ഇത്രയും നേരം എല്ലാ കാര്യങ്ങളും നോക്കി കൂടെ ഉണ്ടായിരുന്ന സേറിയോട് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു കൊടുക്കാന്നും പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അവളാകട്ടെ ഇപ്പൊ ഉടനെ വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, അത് ചെയ്തു തീർത്തിട്ട് മതി എന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ അടുത്ത ദിവസം സ്കൂള് കാണുമ്പോഴേക്കും അവിടെ നടത്തിയ എക്സാമിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സെൽഫ് സ്റ്റഡി ഗ്രൂപ്പിന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 100 റാങ്ക് എടുത്ത് നോക്കുമ്പോൾ അതിൽ യുന്നുണ്ട്, ഒപ്പം തന്നെ സേറിയും അതിൽ കയറി പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സന്തോഷം സേറിക്ക് അധികം നേരം ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിയപ്പോഴേക്കും അതിൽ നിന്ന് കിം ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ആ സെൽഫ് സ്റ്റഡി ഗ്രൂപ്പിൽ ചേർന്ന് കിമ്മിനെ പ്രപ്പോസ് ചെയ്യുന്ന വിചാരിച്ച് കഷ്ടപ്പെട്ട് അതിൽ കയറി പറ്റിയപ്പോ അവന്റെ അതിൽ നിന്ന് ഔട്ട് ആയിരിക്കുന്നു. എക്സ്ട്രാ ആയിട്ട് ആ ഗ്രൂപ്പിൽ ചേർന്നത് അവളും യുന്നും ആണ്. ഒരുപക്ഷെ യുൻ ആ ഗ്രൂപ്പിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ കിം അതിൽ കണ്ടേനെ. അപ്പോ അവൻ ചേർന്നപ്പോ കിമ്മിന്റെ റാങ്ക് താഴെ പോയി. അങ്ങനെ അവൻ അതിൽ നിന്ന് ഔട്ട് ആയി പോയി. യുന്നാകട്ടെ സേറിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഗ്രൂപ്പിൽ ചേർന്നെന്ന് അവളോട് പറയുന്നുണ്ടെങ്കിലും ചേർന്നിട്ട് ഇപ്പൊ എന്ത് കാര്യം, കിം അതിൽ നിന്ന് പോയില്ലേന്ന് അവൾക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ഒരു ടൂറിന്റെ കാര്യം വീണ്ടും ഡിസ്കഷനിൽ എത്തുന്നത്. ആ ഒരു ടൂറിന്റെ ഇടയിൽ കിമ്മിനെ പ്രപ്പോസ് ചെയ്യാന്ന് അവൾ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഐഡിയ ആണെന്ന് ഫ്രണ്ട്സിനും തോന്നുന്നു. അങ്ങനെ അവർ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുമ്പോൾ അതുവഴി പോകുന്ന കിം സേറിയെ പരിചയമുള്ളത് കൊണ്ട് തന്നെ അവളെ നോക്കി ഹായ് കാണിക്കുമ്പോൾ അവൾ കൂട്ടുകാരുടെ മുമ്പിൽ കണ്ടോ അവൻ എന്നെ കണ്ട് ഹായ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് അമ്മയുടെ ഒരു നെയ്ബർ സംസാരിക്കുന്നത് വഴി അവിടെ അടുത്ത ആ ഒരു സലൂൺ ഇട്ടിരിക്കുന്ന ആ ലേഡി യുന്നിന്റെ അമ്മയാണല്ലോ, അവരെ പറ്റിയും യുന്നിന്റെ ഫാമിലിയെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നത് സേറി ശ്രദ്ധിക്കുന്നത്. ആക്ച്വലി യുന്നിന്റെ അച്ഛൻ ഒരു പ്രൊഫസറാണ്. ആൾക്ക് യുൻ ഭയങ്കരമായി പഠിക്കണം എന്ന ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുന്നിനെ ഭയങ്കരമായി അതിന്റെ പേരിൽ കമ്പൽ ചെയ്യായിരുന്നു. യുൻ എത്ര നന്നായി മാർക്ക് മേടിച്ചാലും അവന് ഒരു സ്വസ്ഥതയും
അദ്ദേഹം കൊടുത്തിരുന്നില്ല. അങ്ങനെ അതിന്റെ പേരിൽ ഭയങ്കര അപ്സെറ്റ് ആയി ടോർച്ചർ അനുഭവിച്ചു. ഒടുക്കം അച്ഛനുമായി ചില പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ പേരിലാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി യുൻ അവന്റെ കോളേജ് എൻട്രൻസ് ഒക്കെ വേണ്ടാന്ന് മാറ്റി വെച്ചിപ്പോ ഇവിടെ പഠിക്കാനായി വന്നിരിക്കുന്ന എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സേറിക്ക് യുന്നിനോടൊരു പാവം തോന്നുന്നുണ്ട്. എന്തായാലും അന്ന് ഈവനിങ് യുൻ സേറി പരിചയപ്പെടുത്തി കൊടുത്ത അവളുടെ അച്ഛന്റെ ആ ഒരു പ്ലേസിൽ എത്തുമ്പോൾ അവിടെ സേറിയും അച്ഛനും ഉണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഇവരെല്ലാരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഈ അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഒക്കെ കണ്ട് യുൻ ഭയങ്കര ഹാപ്പി ആവുന്നു. കാരണം ഒരിക്കലും അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആ ഒരു കെയറിംഗ് ഒക്കെ ഇവിടെ ഇവൾക്ക് അവളുടെ അച്ഛന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്നത് കണ്ട് അവന് പോലും അത് കണ്ട് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ സ്കൂളിൽ വെച്ച് ഇന്നാകട്ടെ ഷോ പീസ് ആയിട്ടുള്ള ഒരു ഗ്ലോബ് സേറിയൊക്കെ കാട്ടുന്നുണ്ട്. ആ കാലത്ത് അതൊന്നും അത്ര കോമൺ ആയിരുന്നില്ല. ഇതാണെങ്കിൽ എന്റെ അമേരിക്കയിലെ ചേച്ചി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഇൻ ഭയങ്കര പൊങ്ങച്ചത്തിലാണ് അതൊക്കെ കാണിക്കുന്നത്. അതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി ഒന്ന് തൊടാനൊക്കെ സേറി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇൻ വലിയ ജാടയിൽ അതൊന്നും കൊടുക്കാതെ പോകുന്നു. സേറിക്കാണെങ്കിൽ ആ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട കണക്ക് അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ യുൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇവർക്ക് സ്പോർട്സ് പീരീഡില് ഗെയിമിന്റെ ടീമായി തിരിയണം. കിമ്മിന്റെ കൂടെ ടീം ആകണമെന്നൊക്കെ സേറി വിചാരിക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് കിമ്മിന്റെ കൂടെ ടീം ആവുന്നത്. അങ്ങനെ സേറിയുടെ ടീം ആകുന്നത് യുന്നുമാണ്. തുടർന്ന് അവർ കളിക്കുന്ന ആ ഒരു ഗെയിമിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ടീമായി തിരിയേണ്ടതാണ്. അങ്ങനെ സർക്കിളിനകത്ത് നിൽക്കുന്ന ആ ഒരു ടീം മെമ്പേഴ്സിൽ പെൺകുട്ടിയുടെ മേത്ത് ഓപ്പോസിറ്റ് ടീം എറിയുന്ന ബോള് തട്ടാതെ ആൺകുട്ടി പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഗെയിം. അങ്ങനെ ഈ ഒരു ഗെയിം മുന്നോട്ട് പോകുമ്പോൾ കുറെ പേര് ഔട്ടായി പോകുന്നുണ്ട്. പല പയ്യന്മാരും ബോള് തന്റെ ടീംമേറ്റ് ആയ പെൺകുട്ടിയെ തട്ടാതെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ തന്നെ അത് വന്ന് തട്ടിയാലോ എന്നുള്ള പേടിയിൽ ഒഴിഞ്ഞു മാറിയൊക്കെ പോകുമ്പോൾ അവരങ്ങനെ ഔട്ടായൊക്കെ പോകുന്നു. അങ്ങനെ റൗണ്ട് മുന്നോട്ട് പോകുന്തോറും യുൻ അവന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സേറിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരു പക്ഷേ ഒരു ഗെയിം ജയിക്കുക എന്നതിനപ്പുറം അവന്റെ കെയർ ഒക്കെ അതിൽ വെളിവാവുന്ന രീതിയിൽ തന്നെയാണ് അവൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ആവുമ്പോഴേക്കും രണ്ട് ടീം മാത്രമാണ് ബാക്കിയാവുന്നത്. ഒന്ന് നമ്മുടെ സേറിയുടെയും യുന്നിന്റെയും ടീമും രണ്ടാമത്തേത് കിമ്മിന്റെയും ഇന്നിന്റെയും ടീമാണ്. പക്ഷെ ഈ ഒരു ടീം സേറിയുടെയും യുന്നിന്റെയും ടീം ജയിച്ചേനെ. പക്ഷെ ആ ഒരു സമയത്ത് കിമ്മിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെ അവന്റെ ടീം തോൽക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്ത സേറി മനഃപൂർവ്വം ബോൾ അവളുടെ ദേഹത്ത് തട്ടുന്ന രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ അവളുടെ ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് കിമ്മിന്റെ ടീമിനെ ജയിപ്പിക്കുന്നുണ്ട്. അവളുടെ ദേഹത്ത് ശക്തിയിൽ ആ ടീം ബോൾ വന്ന് ഇടിച്ച് അവൾ തറയിലേക്ക് വീഴുമ്പോഴും കിം ജയിച്ചില്ല എന്ന സന്തോഷം അവൾക്ക് ആകുന്നുണ്ടെങ്കിലും ഈ ടീം ഇതിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് എന്നാലും ഇവൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന സങ്കടത്തിൽ അവളുടെ ഗെയിം പാർട്ട്ണറായി കൂടെ ഉണ്ടായിരുന്ന യുൻ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. അവൾക്ക് അത് വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കുന്നു. ഷോ താൻ ചെയ്തത് ശരിയായോ എന്നൊരു കൺഫ്യൂഷനിൽ അവൾ ആവുന്നു. എന്തെങ്കിലും വന്ന് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് താൻ ചെയ്ത ഒരു കാര്യത്തിനെ പറ്റി സോറി മെസ്സേജ് യുന്നിന് അയക്കണോ എന്നൊക്കെ അവൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും അവൾക്ക് രണ്ട് വോയിസ് നോട്ടുകൾ ഇങ്ങോട്ട് വന്നു. ഒന്ന് അയച്ചിരിക്കുന്നത് കിമ്മാണ്. അവന്റെ ടീം ജയിച്ചതിന്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് ഒരു മെസ്സേജാണ് അവൻ അയച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഇവൾ കാരണമാണല്ലോ അവൻ ജയിച്ചത്. അതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചതെന്ന് ഓർത്ത്. രണ്ടാമതായി മെസ്സേജ് അയച്ചിരുന്നത് യുന്നാണ്. ആ ഒരു ടീം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയതിന് സോറി പറഞ്ഞിരിക്കുന്ന അവൻ അവൾക്ക് വേദന എടുത്തിരുന്നു ബോൾ വന്ന് തട്ടിയപ്പോ. എന്തായാലും ബോൾ വന്ന് തട്ടി രക്തം ചെറുതായി ചതഞ്ഞിരിക്കുകയാണ് അവിടെ. ആ ഒരു ഭാഗത്ത് മരുന്ന് തന്നെ പുരട്ടണം, അല്ലാതെ അത് മാറാൻ ഈ പൊടിക്കൈയൊന്നും ചെയ്യരുത്. പുഴുങ്ങിയ മുട്ടയൊന്നും എടുത്ത് തേച്ചോണ്ടിരിക്കാതെ മരുന്ന് പോയി എടുത്ത് തേക്കുന്നൊക്കെ അവൻ വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ട് അവൾക്ക് ചിരി വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവൾ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടില്ലെങ്കിലും കറക്റ്റായി അവൾ ചെയ്തുകൊണ്ടിരുന്ന കണക്ക് തന്നെ അവൻ മെസ്സേജ് അയച്ചില്ലേ, അത് ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ആ മുട്ടയൊക്കെ എടുത്ത് മാറ്റുന്നു. എന്തായാലും അന്ന് രാത്രി ഉറങ്ങുന്ന യുന്നിന് അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ദുസ്വപ്നം വരുന്നു. മറ്റൊന്നുമല്ല, അവൻ വെള്ളത്തിൽ മുങ്ങി പോകുന്ന കണക്ക്. പക്ഷെ ഇത്തവണ അവനെ രക്ഷപ്പെടുത്താനായി സേറിയും സ്വപ്നത്തിലെത്തിയിരുന്നു. അങ്ങനെ ഉണർന്ന അവൻ കുറച്ചു നേരം അവളെ പറ്റി തന്നെ ആലോചിച്ചിരിക്കുകയും അവന്റെ കയ്യിലുള്ള അവളുടെ ആ ഒരു നെയിം ടാഗ് ഒക്കെ എടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ടൂറ് പോകുന്ന ടീം പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി സേറിയും ഫ്രണ്ട്സും പ്ലാൻ ചെയ്യുമ്പോൾ യുൻ അതിൽ താല്പര്യമില്ലാതെ പോകാനേ ഒരുങ്ങുമ്പോൾ സിയോങ് നീ പോവാണോ, ഇതിൽ കൂടുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സാരില്ല നിങ്ങൾ പ്ലാൻ ചെയ്യും ഞാൻ പോവാണെന്ന് പറഞ്ഞ് യുൻ അവിടെ നിന്ന് മാറുന്നത് സേറി ശ്രദ്ധിക്കുന്നു. അന്നകട്ടെ സ്കൂളിൽ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഫോട്ടോ എടുക്കാൻ എത്തുന്നത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സേറിയുടെ അച്ഛനാണ്. ഈ ഒരു ടീം ഗോൾഫിന്റെ ടീമിലാണ് യുന്നും സേറിയും ഡ്രസ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ടീം ക്യാപ്പിന്റെ അടിയിൽ കെട്ടിവെച്ച് തന്റെ മുടി ഒതുങ്ങാത്തതിനെ പറ്റി സേറി പിറുപിറുക്കുമ്പോൾ എനിക്ക് മുടി ഒട്ടും ഇഷ്ടമല്ല എന്ന് അവൾ പറയുന്നത് കേട്ട് നല്ല മുടിയാണല്ലോ, എനിക്ക് ഈ മുടി ഇഷ്ടമാണല്ലോ എന്ന് യുൻ കാഷ്വലായി പറയുമ്പോൾ അവൾ ഒരുമാതിരി അവനെ നോക്കുന്നുണ്ട്. എന്തായാലും അന്ന് ഈവനിങ് സ്കൂളൊക്കെ കഴിഞ്ഞ് യുന്റെ അമ്മയുടെ സലൂണിൽ അവൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ടീം ഒരു ക്ലയന്റ് അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന യുന്നിനോട് സേറിയുടെ മുടി ഒന്ന് വാഷ് ചെയ്യാൻ പറയുന്നു. അവളൊന്ന് മടിക്കുമ്പോൾ ഇവൻ എനിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുള്ളതാണെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ വാഷ് ചെയ്യാനായി അവര് പറഞ്ഞു വിടുന്ന ടീം അവൻ വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും മുടിയിൽ അറിയാതെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട്. അമ്മ അതിന്റെ പേരിൽ വഴക്ക് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നീ എന്തിങ്ങനെ തെറ്റിച്ചത്, സാധാരണ നീ ഇങ്ങനെ തെറ്റിക്കുന്നല്ലോ, നിനക്ക് അറിയാവുന്നല്ലെന്നൊക്കെ ചോദിച്ച് അമ്മ വഴക്ക് പറയുമ്പോൾ ഒന്നും വേണ്ടാതെ അവൻ അവിടെ നിന്ന് പോകുന്നത് സേറി വീണ്ടും നോട്ടീസ് ചെയ്യുന്നു. എന്തായാലും വീണ്ടും അവളുടെ മുടിയൊക്കെ കഴുകി അമ്മ തന്നെ സ്ട്രെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവർക്ക് ട്രിപ്പിന്റെ ദിവസമാണ്. എല്ലാവരും ബസ്സിൽ റെഡിയായി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സേറി അല്പം ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയി വന്നു എന്ന് പറയുന്ന കണക്ക് അന്ന് അവൾ മുടി സ്ട്രെയിറ്റ് ചെയ്ത് ലുക്കൊക്കെ മാറി വന്ന കാഴ്ച കണ്ട് എന്ത് സുന്ദരിയായിട്ടുണ്ടെന്ന് മട്ടില്ല എല്ലാവരും അന്തം വിട്ട് നോക്കുമ്പോൾ ഇവൻ മാത്രം വല്ലാത്ത രീതി ഇരിക്കുകയാണ്. അവനറിയാലോ ഇവൾ എന്തിനേയും മുടി സ്ട്രെയിറ്റ് ചെയ്ത് പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സങ്കടം അവനുണ്ട്. അങ്ങനെ ഹാപ്പി
അവരുടെ ട്രിപ്പ് മുന്നോട്ട് പോവാണ്. കുട്ടികളെല്ലാം വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഇവരുടെ ഈ ഒരു മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാനായി സെറിയുടെ അച്ഛനും ഫോട്ടോഗ്രാഫറായി കൂടെ തന്നെയുണ്ട്. ഇതിന്റെ ഇടയിൽ കിമ്മിന്റെ സീറ്റിൽ ആ ഒരു ജാറും അവർ വെക്കുന്നുണ്ട്. പിന്നീട് ക്യാമ്പ് ഫയറിന്റെ ടൈമിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുന്ന ടീം കിമ്മിനെ സെറി പ്രപ്പോസ് ചെയ്യാനായി ഫ്രണ്ട്സ് മറ്റൊരിടത്ത് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നു. ഈ സമയത്തെല്ലാം യുൻ ഒട്ടും താല്പര്യമില്ലതാണ് അതിലൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെ സിയോങ് ആകട്ടെ കിമ്മിന് ക്യാമ്പ് ഫയറിന്റെ സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് നൈസായിട്ട് സെറിയുടെ മുന്നിൽ എത്തിച്ച് അവിടെ നിന്ന് അവരൊക്കെ മാറി നിൽക്കുകയാണ്. സെറിയെ കണ്ടപാടെ അവളുടെ ഈ ഒരു ഹെയർ സ്റ്റൈൽ കൊള്ളാന്നൊക്കെ പറയുന്ന കിം അവളോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ ആ ഒരു ബീച്ചിന്റെ കാര്യമൊക്കെ പറയുന്നു. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ആ ഒരു ഹിഡൻ സ്പോട്ട് അറിയുള്ളൂ, അവന്റെ ഫേവറേറ്റ് സ്പോട്ട് അതെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്റെ സീറ്റിൽ ജാറ് വെച്ചത് നീ ആണല്ലേ എന്നെല്ലാം അവൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ടീം ഇവിടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നിൽക്കാതെ യുൻ അവിടെ നിന്ന് നൈസായി പോകുമ്പോൾ ബാക്കി കൂട്ടുകാരൊക്കെ മാറി ഇങ്ങനെ നിന്ന് ഇവരെന്താ ഈ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ഈ ഒരു ടീം സെറി എന്തോ ഒന്ന് കിമ്മിനോട് പറയുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് അപ്പൊ കാണിക്കുന്നില്ല. പിന്നീട് അവൾ ക്യാമ്പ് ഫയറിന്റെ അവിടെ തിരിച്ചു പോയി കഴിയുമ്പോൾ കൂട്ടുകാര് എന്തായി എന്നൊക്കെ വളരെ എക്സൈറ്റ്മെന്റിൽ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നെ പറയാമെന്നും പറഞ്ഞ് അവളത് മറച്ചു പിടിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ആക്ച്വലി മുടി സ്ട്രെയിറ്റ് ചെയ്തതും ആ ഒരു ജാറിലൊക്കെ അത്രയും പേപ്പർ ബോൾസ് ഉണ്ടാക്കിയതും എല്ലാം കിമ്മിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണെന്ന് അവനോട് തുറന്നു പറയുന്ന സെറിയാണ്. പക്ഷെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് കിമ്മിനല്ല മറ്റൊരാളെ ആണെന്ന് താനിപ്പോ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നും അവൾ കിമ്മിനോട് ഓപ്പണായി പറഞ്ഞിരുന്നു. അതായത് അവനോടല്ല അവൾക്കിപ്പോ ഇഷ്ടമെന്ന് അവൾ അവിടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അയാളുടെ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്റെ മുടിയോ എന്നെയോ മാറ്റണോന്നേ തോന്നാറില്ല. വളരെ ഹാപ്പിയും സെക്യൂർഡ് ആയ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു ഞാനിപ്പോ തിരിച്ചറിയുന്നുണ്ട്. ആക്ച്വലി അങ്ങനെയുള്ള ഒരാളെ തന്നെയല്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെല്ലാം അവള് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കിം അവൾ ഇത് ആരെ പറ്റിയാണ് പറയുന്നതെന്ന് അറിയില്ലെങ്കിലും എന്തായാലും ആ പയ്യൻ ആള് ലക്കിയാണ്, എന്റെ മനസ്സിൽ ആൾക്കൊരു ഇടം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അസൂയ തോന്നുന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. എന്തായാലും അവൾ ഹാപ്പി തന്നെ അവളുടെ മനസ്സിലെ കാര്യങ്ങൾ കിമ്മിനോട് പറയും, അവനത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളൊന്നും എന്തായാലും യുൻ അറിഞ്ഞിട്ടില്ല. അവന്റെ മനസ്സിൽ മിക്കവാറും തെറ്റിദ്ധാരണ തന്നെ ആകാം. അടുത്ത ദിവസം ട്രിപ്പ് കഴിഞ്ഞവർ മടങ്ങി പോകുമ്പോൾ കിം സെറിയുടെ വളരെ കമ്പനിയായി തന്നെ ടാറ്റയൊക്കെ കൊടുക്കുന്നത് യുൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവൻ തീർച്ചയായും ഇവര് പ്രപ്പോസ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്ത് കാണും, അതുകൊണ്ടാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്തായാലും അവൻ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് സെറിയോട് മിണ്ടിയിട്ടില്ല, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല, അവൻ ഉണ്ടാക്കിയിട്ടുമില്ല. അവൻ തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നത് സെറിയും ശ്രദ്ധിക്കുന്നു. എന്തായാലും പിന്നീട് ഇവർ വീണ്ടും സെറിയുടെ അച്ഛന്റെ ആ ഒരു സ്പേസിന്റെ അവിടെ കണ്ടുമുട്ടുന്ന ടീം അവൻ അവളോട് കിമ്മിനെ പ്രപ്പോസ് ചെയ്തതിനെ പറ്റി ഒന്നും തന്നെ ചോദിച്ചില്ലെങ്കിലും എന്തോ ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് ആ ഒരു ടോപ്പിക് എടുത്തിടുമ്പോ എന്തായിന്ന് അവൻ തിരക്കുന്ന ടീം ഞാനത് പറഞ്ഞൊന്നുമില്ല, എക്സാം അല്ലേ വരാൻ പോകുന്നത്, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചെന്ന് അവൾ ഒരു കള്ളം പറയുന്നു. എന്തായാലും എക്സാം ഒക്കെ അല്ലേ വരാൻ പോകുന്നത്, എക്സാമിന് നന്നായി എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി എനിക്ക് വലിയൊരു ടഫി വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ കൊറിയൻസ് ഒക്കെ ഗുഡ് ലക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന റൈറ്റാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് എക്സാമിനൊക്കെ മുന്നേ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്റ്റീം റൈസും കോണും സ്വീറ്റ് പൊട്ടാറ്റയും ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ടഫി ഒന്നെങ്കിൽ ചോക്ലേറ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടൊക്കെ കൊറിയൻസ് കൺസ്യൂം ചെയ്യാറുണ്ട് ഗുഡ് ലക്കിന് വേണ്ടി. അത് വലിയൊരെണ്ണം കിട്ടിയാലും നല്ലതായിരുന്നു, എക്സാമിന് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കുമ്പോൾ വലിയൊരെണ്ണം കിട്ടിയാൽ എക്സാമിന് അത്രയും വലിയ മാർക്ക് കിട്ടുമെന്നൊക്കെ അവനും കളിയാക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം സ്കൂളിലിരുന്ന് അവൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇന്നിന്റെ കയ്യിലുള്ള ആ ഒരു സ്നോ ബോൾ ഇല്ലേ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അതെല്ലാം തന്നെ യുൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇന്നിനോട് മാറി നിന്ന് യുൻ സംസാരിക്കുന്നത് കാണുന്ന സെറി ഇവളുമായിട്ട് ഇവരെന്തോ ഒരു കമ്പനിന്ന് അത് ഇഷ്ടപ്പെടാതെ ആകെ അസൂയ മൂത്ത് പോകുന്നുണ്ട്. പിന്നീട് യുന്നിനോട് അമ്മ അവൻ വലിയൊരു ടഫിയൊക്കെ ആയി വീട്ടിലിരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ ഇത് ഞാൻ സെറിക്ക് വേണ്ടി വാങ്ങിച്ച, അവൾക്ക് ഇത് വേണമെന്നും പറഞ്ഞ് സംസാരിക്കുന്ന അവൻ നീ എക്സാമിന്റെ കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്നമ്മ പറയുമ്പോൾ സാരില്ലമ്മ, അടുത്ത വർഷം എന്തായാലും കോളേജ് എൻട്രൻസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ മനസ്സുകൊണ്ട് അതിനൊക്കെ തയ്യാറെടുപ്പ് നടത്തി തുടങ്ങിയെന്ന് അവൻ പറയുന്നത് കേട്ട് അമ്മ ഇവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇവൻ ഇതൊന്നും വയ്യാന്ന് പറഞ്ഞല്ല അവൻ ആകെ അപ്സെറ്റ് ആയി അതൊക്കെ അവസാനിപ്പിച്ച് ഇപ്പൊ വീണ്ടും അവൻ സ്വയം അതിലേക്ക് വരുന്നു ആകെ അമ്പരന്ന് പോകുന്നുണ്ട്. എന്തായാലും സെറിക്ക് വേണ്ടി വാങ്ങിയ ടഫി സെറിക്ക് യുൻ നൽകാനായി പോകുമ്പോൾ താൻ ജസ്റ്റ് ചുമ്മാ ഒരു ഓളത്തിന് അവനോട് പറഞ്ഞത് അവൻ ഇത്രയും സീരിയസ് ആയി എടുത്ത് തനിക്ക് വേണ്ടി അത് ചെയ്തില്ലോ എന്ന് വളരെ ഹാപ്പി ആകുന്ന അവൾ അതിന്റെ ഇടയിൽ അല്ല ഇന്നുമായി എന്തായിരുന്നു മാറി നിന്ന് ഒരു ഡിസ്കഷൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രം അവളോട് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ എക്സാം ദിവസം വന്നെത്തുന്നു. സെറിക്ക് സെന്റർ കിട്ടിയിരിക്കുന്നത് അവളുടെ സ്കൂളിന്റെ അവിടെ തന്നെയാണ്. ഇതിപ്പോ അടുത്തായതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവളുടെ സിസ്റ്റർക്ക് കുറച്ച് ദൂരമുള്ള സെന്റർ ആയിരുന്നതുകൊണ്ടും അച്ഛനും വയ്യാത്തത് കൊണ്ടും അമ്മയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഇവൾ അവളുടെ എക്സാം സെന്ററിന്റെ അവിടേക്ക് പോകുന്ന ടീം അവിടെ എക്സാം എഴുതാൻ വരുന്ന കുട്ടികളെ ചെയർ ചെയ്യാനായി അവർക്ക് ഫ്രീ ഡ്രിങ്ക്സും അങ്ങനെ മറ്റ് ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടീം അവിടെ ഒരു ടെഡി ബിയറിന്റെ വേഷം കിട്ടിയ ഒരാൾ എക്സാം എഴുതാൻ വരുന്ന കുട്ടികളെ ചെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സെറി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ സ്പെഷ്യൽ ആയ ആ ഒരു ടെഡി ബിയർ സെറിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അത് മറ്റാരും ആയിരുന്നില്ല യുൻ ആയിരുന്നു എന്ന്. അവൻ ആ വർഷത്തെ എൻട്രൻസ് എക്സാം എഴുതുന്നില്ല എന്നതുകൊണ്ട് അവൻ എക്സാമിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചെയർ ചെയ്യാനായി നിന്നായിരുന്നു. എന്തായാലും എക്സാം എഴുതി വളരെ ഹാപ്പി ആയാണ് അവൾ മടങ്ങി പോകുന്നത്. എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി സിസ്റ്റർ എക്സാമിന് എത്ര മാർക്ക് കിട്ടുന്നെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ടാലി ചെയ്ത് നോക്കുമ്പോൾ അവളാകട്ടെ ആ ഒരു സ്നോ ബോൾ നോക്കിയിരിക്കുകയാണ്. അവൾക്ക് അത് എത്രത്തോളം ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി അവൻ ഇന്ത്യനോട് സംസാരിച്ച് അവൾക്ക് വേണ്ടി അത് വാങ്ങിച്ചു കൊടുത്തതാണ്.
അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെയൊക്കെ വലിയൊരു കടമ്പയാണല്ലോ ആ ഒരു എൻട്രൻസ് എക്സാം. അതിപ്പോ എന്തായാലും കഴിഞ്ഞതുകൊണ്ട് തന്നെ അന്ന് കുറച്ച് ഫണ്ണായിട്ടാണ് ക്ലാസ്സിൽ കാര്യങ്ങൾ പോകുന്നത്. കുറച്ച് ഗെയിമും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് വേണ്ടി സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പങ്കെടുക്കാതെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് സേറി പോകുമ്പോൾ യുന്നു അവിടെ നിന്ന് നൈസ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇവർ ഒന്നിച്ച് പോവുകയാണെന്ന കാര്യം ഇവരുടെ ഫ്രണ്ട്സിന് മനസ്സിലാവുമ്പോൾ അല്ല ഇവർ തമ്മിൽ എപ്പോഴും സെറ്റ് ആയെന്ന് ഫ്രണ്ട്സിന് ആകെപ്പാട് ഒരു ഡൗട്ട്. കാരണം അവർക്ക് സേറിയുടെ മനസ്സിൽ ഇപ്പൊ ഒന്നും അറിയില്ലല്ലോ. എന്തായാലും സേറിയും യുന്നും അന്ന് കുറെ സംസാരിച്ചൊക്കെ വീടിന്റെ അവിടെ വരെ എത്തുന്നുണ്ടെങ്കിലും വീട്ടിൽ കയറാതെ ഇനിയും ടൈം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒന്നുകൂടെ സംസാരിച്ച് നടക്കാനേ. അങ്ങനെ ഇവർ കണ്ടുമുട്ടി ആ ഒരു ബീച്ചിന്റെ അവിടെ എത്തുമ്പോൾ അന്ന് അവൻ അറിയാതെ വെള്ളത്തിൽ വീണ ആ ഒരു സാഹചര്യത്തെ പറ്റി അവൻ പറയുന്നുണ്ട്. അവിടെ നിന്നപ്പോ കാല് തെറ്റി വെള്ളത്തിൽ വീണതാണ്. അങ്ങനെ വീഴാൻ കാരണം വെള്ളത്തിൽ നീന്തുന്ന ആ പെൺകുട്ടിയെ താൻ ശ്രദ്ധിച്ചത് കൊണ്ടാണെന്നും അവളിലേക്ക് തന്റെ ശ്രദ്ധ പോയതുകൊണ്ടാണ് വീണതെന്നും ഒപ്പം അവളുടെ പേര് അവൾ ആരാണെന്ന് അറിയില്ലെങ്കിലും താൻ മനസ്സിലാക്കിയിരുന്നെന്നും തന്നെ രക്ഷപ്പെടുത്തിയതിന് നന്ദിയെന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ ഇത്രയും നാള് ഉണ്ടായിരുന്ന അവളുടെ ആ ഒരു നെയിമിന്റെ ബാഡ്ജ് ഇപ്പൊ അവൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അത് ഇവന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അവൾ ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. കാരണം ഇത്രയും നാൾ കൂടെ നടന്നിട്ടൊന്നും ഇവനത് പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ആ ഒരു ടീം രണ്ടുപേർക്കും അവരുടെ മനസ്സിലെ ഇഷ്ടം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സേറി കിമ്മിനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്നത് മനസ്സിലാക്കുന്ന യുൻ അവന്റെ മനസ്സിലെ ഇഷ്ടം അവളോട് തുറന്നു പറയുന്നതും അവളും അത് ഹാപ്പിയായി അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തവർ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അന്ന് രണ്ടുപേരും മനസ്സോടെയാണ് തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നത്. സേറി വീട്ടിലേക്ക് എത്തി ഹാപ്പി ആയിരിക്കുമ്പോഴേക്കും യുന്നിന്റെ വീട്ടില് എന്തോ ഒരു സംഭവം ഉണ്ട്. അവന്റെ അമ്മ അടുത്ത ദിവസം സോളിലേക്ക് പോവാണെന്ന് അവനോട് പറയുന്നു. അന്ന് അവന് അവധി ആയതുകൊണ്ട് തന്നെ കൂടെ ചെല്ലാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അമ്മ വേണ്ട നീ ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞ ഒറ്റയ്ക്കാണ് പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് യുന്നിന് ഒരു സർപ്രൈസ് പ്രപ്പോസൽ നടത്താനായി തന്റെയും യുന്നിന്റെയും കാര്യങ്ങൾ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്ത് സേറി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം അടുത്ത ദിവസം യുന്നിനെ ബീച്ചിലേക്ക് സേറി എത്തിക്കുന്ന ടീം ഫ്രണ്ട്സ് അവിടെ അവനെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അത് കുളമാക്കുന്ന രീതിയിൽ അവന് ഒരു ഫോൺ കോൾ വരുന്നു. തുടർന്ന് അവൻ എന്റെ അമ്മയ്ക്ക് എന്തോ ഒരു വയ്യാഴികയുണ്ട്, അമ്മ ഹോസ്പിറ്റലിൽ, എനിക്ക് സോളിലേക്ക് പോയേ പറ്റുമെന്നും പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോകുമ്പോൾ അവൾക്കും ഫ്രണ്ട്സിനും ആകെ സങ്കടാവുന്നുണ്ട്. സോറി ഞാൻ നിങ്ങളെയും കൂടി ബുദ്ധിമുട്ടിച്ച് വെറുതെ സമയം പോയല്ലോ എന്ന് പറഞ്ഞ് അവൾ ഫ്രണ്ട്സിനോട് സങ്കടപ്പെടുമ്പോൾ സാരമില്ലെന്നേ, നമുക്ക് അടുത്ത തവണ ഇതിലും ബെറ്റർ ആയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാന്ന് ഫ്രണ്ട്സും അവളെ cheer ചെയ്യുന്നു. അങ്ങനെ വീട്ടിലേക്ക് അപ്സെറ്റ് ആയി എത്തുന്ന സേറിയുടെ കയ്യിൽ നിന്ന് അന്ന് യുൻ നൽകിയ ആ ഒരു ഗ്ലോബില് താഴെ വീണ് പൊട്ടുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സങ്കടാവുന്നു. അപ്പോഴേക്കും അമ്മയെ കാണാനായി യുൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ അവിടെ നിൽക്കുന്നത് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ആകെ അപ്സെറ്റ് ആയി നിൽക്കുമ്പോഴേക്കും അച്ഛൻ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അമ്മ സ്റ്റേറിൽ നിന്ന് വീണു എന്നാണ് അച്ഛൻ പറയുന്നതെങ്കിലും അച്ഛന്റെ അപ്പോഴത്തെ സംസാരവും അവൻ എൻട്രൻസ് എക്സാം എഴുതാതെ നിൽക്കുന്നതിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും അമ്മ അതിന്റെ ഇടയിൽ ആ പേര് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ കേൾക്കുന്നവന് അച്ഛൻ അമ്മയെ ഉപദ്രവിച്ചതാകാം, അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവൻ അതിന്റെ പേരിൽ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നീ ഇപ്പൊ ഭയങ്കര മിടുക്കനായി എന്നൊക്കെ നിന്റെ അമ്മ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു നീ ഒന്നും മാറില്ലാന്ന്. നിന്റെ വർത്താനം കേൾക്കുമ്പോഴേ എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് അതിന്റെ ഇടയിൽ അച്ഛൻ കുറ്റപ്പെടുത്തുന്നു. സത്യം പറഞ്ഞ ആ പ്രപ്പോസലിന്റെ ഇടയിൽ യുൻ പോയിരുന്നത് അവന്റെ അമ്മയ്ക്ക് വയ്യാതെയാണ് എന്നത് സേറിക്ക് അത്ര കാര്യമായി അറിയുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കുന്ന അവന്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്, അദ്ദേഹം ഒരു പ്രൊഫസറായി വർക്ക് ചെയ്യാണ്. അവനും മെഡിക്കൽ ഫീൽഡിലേക്ക് വരണമെന്ന് മെഡിക്കൽ ഫീൽഡിൽ പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന അച്ഛൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ സോളിലാണ് എന്ന കാര്യം കൊണ്ടും അവിടെ ആയിരിക്കാം യുന്നിന്റെ അമ്മ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വേഗം യുന്നിനെ കോണ്ടാക്ട് ചെയ്യാനേ അവൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ അവിടെ എത്തുന്ന അവരുള്ള റൂമിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും അവരുടെ കണ്ണിൽ പെടുന്നതിന് മുന്നേ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശ ധാരണ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവന്റെ അച്ഛൻ അവനും അമ്മയും ഉള്ള മുറിയുന്ന ദേഷ്യപ്പെട്ടു പോകുന്നതും പിന്നീട് സങ്കടപ്പെട്ട് കരയുന്ന യുന്നിനെയും അമ്മയും കാണുന്ന ഇവർക്ക് തിരിച്ച് ഈ സോളിന്ന് ഇവർ പഠിക്കുന്ന സ്കൂളിലുള്ള ബുസാനിലെ ആ ഒരു ഭാഗത്തേക്ക് എത്താനായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇവനിപ്പോ അച്ഛൻ കൊടുക്കുന്ന ഈ പ്രഷറിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി അമ്മയുടെ സിസ്റ്ററുള്ള വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത് വേണ്ടാന്ന് വെച്ച് അവൻ ചിലപ്പോൾ തനിക്ക് വേണ്ടി ബുസാനിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി അവന് നഷ്ടമാവും. അവന്റെ മെന്റൽ ഹെൽത്തിനൊക്കെ നല്ലത് അവനിപ്പോ ഇവിടം വിട്ട് പോകുന്നതാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവന് പക്ഷെ പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന് കരയുന്നത് കേട്ട് ആകെ അപ്സെറ്റ് ആയി അവിടേക്ക് പോവാതെ മടങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് പോയി അവനൊരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ആദ്യം അവനെ മിസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് വോയിസ് അയക്കാൻ ഒരുങ്ങുന്നവൾ പിന്നീട് അത് കട്ട് ചെയ്ത് അവൾക്ക് അവൻ വിചാരിക്കുന്ന കണക്ക് ഒരു താല്പര്യമില്ലെന്നും എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് അന്ന് അങ്ങനെയൊക്കെ നടന്നതെന്നും അവനോട് ഒരു ഇഷ്ടവും അവൾക്കില്ല എന്ന രീതിയിലൊക്കെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി വളരെ റൂഡായി മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അവൾ മനസ്സോടെ അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്ത് തിരിച്ച് ബൂസാനിലേക്ക് മടങ്ങി പോകുന്നു. ഇതൊക്കെ പിന്നീട് അവൾ അയച്ച ഒരു വോയിസ് മെയിലുകളൊക്കെ തന്നെ യുൻ കേൾക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് യുൻ ബൂസാനിലേക്ക് മടങ്ങി ചെന്നിട്ടേ ഇല്ല. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ലാസ്റ്റ് ഡേ വളരെ യാദൃശികമായി അച്ഛന്റെ ആ ഒരു വർക്ക് സ്പേസിലേക്ക് എത്തുന്ന സേറിക്ക് അവിടെ ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ബുക്ക് യുന്നിന്റേതാണെന്നും യുൻ അതിൽ നിറയെ അവളുടെ ഫോട്ടോസ്, അവൾ പോലും അറിയാതെ എടുത്ത കാൻഡിഡ് ഫോട്ടോസ് അതിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണെന്നും ഓരോ ഫോട്ടോയുടെയും അടിയിൽ ആ ഫോട്ടോയുമായി അവന്റെ ലൈഫ് ബന്ധിപ്പിക്കുന്ന ഓരോ കുറിപ്പുകൾ അവൻ എഴുതിയിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് അവളെ ഫസ്റ്റ് ആയി കണ്ടിട്ടേയും അവളോട് ഫസ്റ്റ് ഫീലിങ്സ് തോന്നിയിട്ടേയും അങ്ങനെ അവൾ ചെയ്ത ഓരോ കുഞ്ഞു കാര്യങ്ങളും അവൻ നോട്ടീസ് ചെയ്തത് അതിൽ ഫോട്ടോ ആയി എഴുതിയും ഒട്ടിച്ചും ഒക്കെ വെച്ചേക്കുന്നു. ആക്ച്വലി ഇവിടെ വെച്ച് ഒരിക്കൽ അവളുടെ അച്ഛന്റെ ഒരു പഴയ ക്യാമറ
ക്യാമറ അവന് ഗിഫ്റ്റായി നൽകിയിരുന്നു. ആ ഒരു ക്യാമറയിൽ അവൾ പോലും അറിയാതെ അവൻ എടുത്ത ഫോട്ടോസ് ആണ് അതെല്ലാം. എന്തായാലും അത് മുഴുവൻ നോക്കി തീരുന്ന അവൾ ആകെ അപ്സെറ്റ് ആവുന്നു. എന്തായാലും പിന്നീട് അവൾ യുന്നിനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്നു. ഇപ്പോ നല്ലൊരു സ്വിമ്മർ ആയിട്ടുണ്ടായിരുന്ന സേരി അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലാണുള്ളത്. ആ ഒരു ടീമാണ് അവളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ചെറിയ ഗെറ്റ് ടുഗദർ വെക്കുന്നത്. അങ്ങനെ അവർ ഒരു കഫേയിൽ കണ്ടുമുട്ടുമ്പോൾ ഫ്രണ്ട്സ് എന്തൊക്കെയോ അവൾ അറിയാതെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാകുന്ന ആ കഫേ ഓണറിനെയും അവളുടെ വൈഫിനെയും നമുക്ക് കാണാം. ഈ കഫേ ഓണർ മറ്റാരല്ല, നമ്മുടെ ഗോബ്ലിൻ ആണ്. എന്തായാലും ആളവിടെ സേറിയോട് കാഷ്വലായി സംസാരിക്കുന്ന രീതിയിൽ സസ്പെൻസ് പൊളിക്കാനായി ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് അവിടെ അങ്കിൾ എന്തി പറയുന്നതെന്നൊക്കെ പറഞ്ഞത് അവൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കഫേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വെച്ച് ആരെ പ്രപ്പോസ് ചെയ്താലും അത് സക്സസ് ആവും. ഞാനും എന്റെ വൈഫ് അങ്ങനെ സെറ്റ് ആയി വരാന്നൊക്കെ പറഞ്ഞ് പുള്ളിയും പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോൾ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ട് യുന്നിനെ തന്നെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. കാരണം യുന്നിന് ശേഷം അവൾക്ക് അങ്ങനെ വേറെ ആരോടും ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെയുള്ള ടൈം അവളാകെ അപ്സെറ്റ് ആയിരിക്കുന്നത് കാണുന്ന ആ കഫേ ഓണറിന്റെ വൈഫ് പ്രപ്പോസ് ചെയ്യാനൊക്കെ അതിന്റേതായ ഒരു ടൈം ഉണ്ട്. റൈറ്റ് ടൈം ആകുമ്പോൾ റൈറ്റ് പേഴ്സണെ ദൈവം നമ്മുടെ മുന്നിൽ തന്നെ എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അവൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ആകെ അപ്സെറ്റ് ആയി യുന്നിന്റെ ഓർമ്മയിൽ ആ ബീച്ചിന്റെ അതിലൂടെ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവൾക്ക് അവന്റെ മെസ്സേജും കോളും വരുന്നുണ്ട്. ഈ ഒരു ടൈം അവൾ എല്ലാ നിയന്ത്രണവും വിട്ട് അവനെ അവൾ ഒരിക്കലും വെറുത്തിരുന്നില്ല. അവളോട് അവൻ കാണിച്ച ഇഷ്ടം അതേപടി അന്ന് അവൾക്കും ഉണ്ടായിരുന്നു. അവൾ പക്ഷെ മനഃപൂർവ്വം അവനെ അകറ്റാനേ ഇങ്ങനെ പറഞ്ഞു പോയതാണെന്നൊക്കെ മനസ്സിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് എനിക്കും അറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാനിപ്പോ നിനക്കായിട്ട് മടങ്ങി വന്നതെന്ന് അവൻ പറയുമ്പോൾ അതെങ്ങനെ തന്റെ മനസ്സിലെ കാര്യങ്ങൾ അവൻ അറിയായിരുന്നു എന്ന് അമ്പരിപ്പോടെ അവൾ ചോദിക്കുമ്പോൾ ആദ്യം അവൾ അവനെ വെറുക്കുന്നു എന്ന രീതിയിൽ വോയിസ് മെസ്സേജ് അയച്ചതിന് മുന്നേ അവനെ ഇഷ്ടമാണ്, ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞ് വോയിസ് മെസ്സേജ് അയച്ചിരുന്നല്ലോ. പിന്നെ അത് അവൾ കട്ട് ചെയ്തെങ്കിലും അത് സെൻഡ് ആയില്ല എന്നാണ് ഇതുവരെ അവൾ വിചാരിച്ചത്. പക്ഷെ ആക്ച്വലി അത് സെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ അതെല്ലാം കേട്ടിരുന്നു. അവൾ എന്തിനാണ് ഇങ്ങനെ മാറ്റി പറഞ്ഞതെന്ന് മനസ്സിലാക്കി തന്റെ ഭാവിക്ക് വേണ്ടി അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവളെ നിരാശപ്പെടുത്താതെ ആ ഒരു നല്ല ഭാവി സെക്യൂർ ചെയ്ത് തന്നെ അവളുടെ അടുത്തേക്ക് മടങ്ങി എത്തണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ താൻ മടങ്ങി വന്നിരിക്കുന്നത് അവൻ പറയുമ്പോൾ അവളും ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ വലിയൊരു ബ്രേക്കിന് ശേഷം അവരിപ്പോ വീണ്ടും ഉള്ളിൽ ആ ഒരു സ്നേഹം ഒട്ടും തന്നെ ചോരാതെ ഒന്നിച്ചിരിക്കുന്ന ഈ ഒരു ടീം അന്നും ഇന്നും സേറിയുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട്സും അവരുടെ സന്തോഷത്തില് പങ്കാളികളാവുന്നു. ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഈ ഫ്രണ്ട്സ് ഇവിടെ ഒരു പ്രപ്പോസൽ സേറിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നല്ലോ. അന്ന് നടക്കാതെ പോയത് ഇന്ന് അവർ ഇവിടെ നടത്തിയെടുക്കുന്നു. വളരെ പ്രഷ്യസ് ആയ ഒരു മൊമെന്റ് ആയിരുന്നു അത് സേറിക്കും യുന്നിനും. അങ്ങനെ ഇവരുടെ ലൈഫ് വളരെ ഹാപ്പിയായി മുന്നോട്ട് പോവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയ ഇവർ അങ്ങനെ അവരുടെ ലൈഫിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.